بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم أربع لا يعطيهن الله إلا لمن يحب الصمت وهو أول العبادة والتوكل على الله والتواضع والزهد في الدنيا صدق شفيعنا رسول الله صلى الله عليه وسلم مزانة العلم من كانت تثقله يمشي بها خاضعا مقدار أثقالي ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد دلالي ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفات أما ترى أنجما في داخل الغدر تحل ليس لها من ذاك من ضعتي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയുടെ കീഴിലായി നടത്തപ്പെടുന്ന ഖുർആൻ പ്രഭാഷണം വളരെ കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് ആമുഖമായി ഒന്നും നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകൾക്ക് അവൻ എടുത്തു പറഞ്ഞ വിശേഷണങ്ങൾ, ഗുണങ്ങൾ അത് വിശദീകരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുണ്ടാകണം എന്ന മനോഭാവത്തോടെ, സതുദ്ദേശത്തോടെ നന്നായി വിലയിരുത്തുകയും കേൾക്കുകയും മുഴുവൻ സഹോദരീ സഹോദരങ്ങളും ഉൾക്കൊള്ളുകയും വേണം. പരിശുദ്ധ ഖുർആനിനോട് നാം കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുകയും അത് പകർത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സ്നേഹികൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബഹുമാനം, അതിൻ്റെ ബറക്കത്ത് ഇരു ലോകത്തും അനുഭവിക്കുന്ന വിശ്വാസികളിൽ നമ്മെയും അവരെയും അവൻ ചേർത്തി തരുമാറാകട്ടെ. ഖുർആനിന്റെ തണലിലായി എല്ലാവിധ അനുഗ്രഹങ്ങളും നേടാൻ നമുക്കും അവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന്റെ അടിമകൾ എന്ന തലക്കെട്ടിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഈ അടയാളങ്ങൾ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് അല്ലാഹുവിന്റെ അടിമകളായി തീരാൻ വേണ്ടിയാണ്. അപ്പോ ഒന്നാമതായി പറയുന്ന അടയാളം മാത്രം സ്വീകരിച്ചാൽ പോരാ. ശേഷം പറയുന്ന 9 അടയാളങ്ങളും നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ഇതുവരെ നാം പ്രവേശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തുടങ്ങാൻ കൂടി നമ്മുടെ ഈ സദസ്സ് നമുക്ക് സഹായകമാവുകയും വേണം. അൽഹംദുലില്ലാ, നേരത്തെ നമ്മുടെ ഫൈസി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നേരത്തെ തുടങ്ങി നേരത്തെ നിർത്തുന്ന പതിവ് നമുക്ക് നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹകരിക്കുന്ന പോലെ തന്നെ കഴിവിന്റെ പരമാവധി എത്തി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ സഹകരണങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് അല്ലാഹു പ്രത്യേകം പേരെടുത്ത് പറഞ്ഞപ്പോൾ മഹാരഥന്മാരതിന് തഫ്സീർ എഴുതി. അവര് ശൈത്താന്റെ അടിമകളല്ല, അള്ളാഹുവിന്റെ പ്രത്യേകം അടിമകൾ എന്ന് അള്ളാഹു ചേർത്തി പറഞ്ഞില്ലേ? അത് തന്നെ നന്നായി മനസ്സിലാക്കാനുണ്ട്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹു ഏറ്റവും അനുഗ്രഹം ചെയ്ത ആളുകൾ. അവര് സ്വേച്ഛതയുടെ അടിമകളല്ല, ദുനിയാവിന്റെ അടിമകളും അല്ല. ഇവരൊക്കെ അള്ളാഹു പടച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളാണെങ്കിലും പക്ഷേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാനുള്ള യോഗ്യത അവർക്കില്ല. ശൈത്താനും അള്ളാന്റെ അടിമയാണ്, ശൈത്താനിന് വഴിപ്പെടുന്നവരും അള്ളാന്റെ അടിമകളാണ്. തീരെ അള്ളാഹുവിനെ അനുസരിക്കാത്ത ദുന്യാവിന്റെ അടിമകളും അള്ളാന്റെ അടിമകളാണ്. സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി വെച്ച് മുന്നോട്ട് നീങ്ങുന്നവരും അള്ളാന്റെ അടിമകളാണ്. ഞാനിപ്പോ വരുമ്പോ പേരാമ്പ്ര ടൗണിൽ ഒരു വലിയ സമ്മേളനം ബാനർ കണ്ടപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അതും അള്ളാന്റെ അടിമകളാണല്ലോ. അതാ യുക്തിവാദി മഹാസമ്മേളനം എഴുതിയിട്ടുള്ളത്. അവര് ഹവക്കനുസരിച്ച്, യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടരാണ്. ഇവരും അള്ളാന്റെ അടിമകൾ തന്നെയാണ്. കാരണം അവരെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, പരിപാലിക്കുന്നവനും അല്ലാഹുവാണ്. പക്ഷേ റഹ്മാന്റെ അടിമകൾ എന്ന് ചേർത്തി പറയാൻ അവർക്ക് അർഹതയില്ല.
കാരണം താഴെ പറയുന്ന സിഫത്തുകളൊന്നും അവരിൽ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഈ ഇബാദുർ റഹ്മാൻ വിശദീകരിച്ചപ്പോ ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദുൽ മഖ്ബൂലൂൻ, അള്ളാഹു സ്വീകരിക്കുന്ന അടിമകൾ. അതിൽ അള്ളാഹു നമുക്ക് ഇടം തരട്ടെ. നഫ്സിന്റെയും ഹവയുടെയും അടിമകളായി ജീവിച്ചതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കൂല. ദുന്യാവിന്റെ മാത്രം അടിമകളും ഈ ലോകത്തുണ്ട്. നമ്മൾ അവരെ കാണുന്നവരാണ്. അവർക്കൊറ്റ മുറാദേ ഉള്ളൂ, അവലും ആഖിറും ദുന്യാവാണ്. അവർക്കും സൃഷ്ടികർമ്മം നൽകിയത് അള്ളാഹുവാണ്. എല്ലാ ഭക്ഷണവും സൗകര്യവും കൊടുത്തത് അള്ളാഹുവാണ്. പക്ഷേ സ്വീകരിക്കപ്പെടുന്ന അടിമകളിൽ അവർക്കും ഇടം ഇല്ല. അതേപോലെ തന്നെ ശൈത്താന്റെ അടിമകൾ എത്രയുണ്ട്? ഒരുപാട് ആളുകളുണ്ടല്ലോ ശൈത്താന്റെ അടിമകളായിട്ട്. അവരും അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണെങ്കിലും സ്വീകരിക്കപ്പെടുന്ന അടിമകളിൽ അവർക്കും സ്ഥാനമില്ല. അപ്പൊ ഈ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ളവരാണ്. അവർക്ക് ഒന്നാമത്തെ അടയാളം പറഞ്ഞത് അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവര് ഭൂമി ലോകത്ത് ജീവിക്കുന്നവരാണ്. ഹൗനൻ, വിനയാന്വിതരായി ജീവിക്കുന്നവരാണ്. എന്താണ് വിനയാന്വിതരായി ജീവിക്കുക? ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കും. വിനയത്തിന്റെ ഏതെങ്കിലും തലങ്ങൾ കുറവുണ്ടെങ്കിൽ ആ മേഖലയിൽ നമുക്ക് വിജയക്കുറവും ഉണ്ടാകും. ഏറ്റവും വലിയ വിനയം കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെപ്പോലെ വിനയമുള്ളൊരു നേതാവിനെ കാണാൻ കഴിയൂല. അവിടുന്ന് ആ വിനയം പഠിപ്പിച്ചത് ചില്ലറ വിനയം അല്ല. മഹാന്മാര് അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, നേർക്കുനേർ അതിന്റെ അർത്ഥം വെക്കുമ്പോ അല്ലദീന യംശൂന, അവര് നടക്കുന്നവരാണ്. അലൽ അർളി, ഭൂമുഖത്തൂടെ നടക്കുന്നവരാണ്. ഹൗനൻ, വളരെ നിസ്സാരന്മാരായി, സാധുക്കളായി, പാവങ്ങളായി നടക്കുന്നവരാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചപ്പോ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന്റെ അർത്ഥം ഉലമാ, ഹുലമാ, രണ്ടെണ്ണം അവർക്കുണ്ടാകും. വിനയത്തോടെ നടക്കുന്നവർക്ക് ഒന്ന് നല്ല ബോധമുണ്ടാകും, ഇൽമുള്ളത് കൊണ്ട് നല്ല ബോധമുണ്ടാകും. രണ്ടാമത്തത് ഹുലമാ, നല്ല സഹനശക്തിയും ഉണ്ടാകും. രണ്ടും വേണല്ലോ ദുനിയാവിൽ വിജയിക്കണമെങ്കിൽ. നല്ല അറിവും ബോധവും വേണല്ലോ, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ വിജയിക്കാൻ പറ്റൂല. ആഖിറത്തിലേക്കുള്ള വിജയം അതോടൊപ്പം തന്നെ ഒട്ടും കുറയാത്ത വിധം നല്ല സഹനം വേണം. ദുനിയാവ് നമ്മളെ മുന്നിൽ വന്ന് നല്ല വേഷത്തിൽ വന്ന് നിന്ന് നമ്മളെ സ്വീകരിച്ച് പറ്റിച്ചു പോകരുത്. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ കണ്ട് നമ്മൾ കുടുങ്ങിപ്പോകരുത്. അപ്പൊ അത് സഹിക്കാനുള്ള നല്ല കഴിവ് വേണം. ദുനിയാവിന്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരണം മറിച്ച് ഇഷ്ടംപോലെ കോടിക്കണക്കിന് ഉണ്ടാക്കുന്നത് കാണുമ്പോ നമ്മളെ മനസ്സിലും തോന്നിപ്പോകരുത്, സഹിക്കണം. എന്തേ സഹനം? നമ്മൾ ദുനിയാവിന്റെ മാത്രം ആളുകളല്ലല്ലോ, പരലോകത്തും നമുക്ക് സുഖം വേണല്ലോ. എല്ലാ സുഖങ്ങളും ഇവിടെ നമ്മളങ്ങ് പെറുക്കിയെടുത്താൽ അവിടെയുള്ളത് നഷ്ടപ്പെട്ടേക്കുമോ? ഇങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യന് സഹിക്കാനുള്ള നല്ല കഴിവുണ്ടാകും. അത്ര മതി, അല്ല തന്നത് ധാരാളമാണ്. അപ്പൊ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ അതേപോലെ തന്നെയാണ്. മുഹമ്മദ് ഇബ്നുൽ ഹനഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ഹാബു വഖാരിൻ, അവർ നല്ല അച്ചടക്കത്തിന്റെ ഒതുക്കത്തിന്റെ ആളുകളാണ്. ഇവിടെ സീറ്റ്. അസ്ഹാബു വഖാരിൻ, നല്ല ഒതുക്കത്തിന്റെ ആളുകളാണ്. അതുപോലെ തന്നെ വഇഫത്തിൻ, നല്ല പരിശുദ്ധിയുടെയും ആളുകളാണ്. ലാ യസ്ഫഹൂന, അവരൊരിക്കലും പോയത്തം പറയൂല. പോയത്തം അവർ പറയൂല. ഇനി അഥവാ അവരോട് ആരെങ്കിലും ഒരു പോയത്തം പറഞ്ഞാലോ, വിവരക്കേട് പറഞ്ഞാലോ അത് സഹിക്കും. നമ്മളിപ്പോ അതൊന്നും അതിനെപ്പറ്റി നമ്മൾ പറയണ്ട, അത് അവര് പറഞ്ഞോട്ടെ. അപ്പൊ ആളുകൾ എന്താ ഇവരെ പറ്റി മനസ്സിലാക്ക? സാധുക്കളാട്ടോ. സാധുക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നിനും കഴിവില്ലാത്തവരെന്നല്ല.
പാവങ്ങളായി നടക്കുന്നു എന്ന് പറഞ്ഞാല് മഹാന്മാര് വിശദീകരിച്ചു, അവര് രോഗികളെ പോലെ നടക്കും, പക്ഷേ അവര് രോഗികളല്ല. രോഗികളെ പോലെ നടക്കുന്നു പറഞ്ഞാല് വലിയ വീമ്പും അതുപോലെ തന്നെ പോക്കിരുത്താനോ ഒന്നും അവർക്കുണ്ടാവില്ല. റിയാ കാണിച്ചുകൊണ്ടുള്ള നടത്തൊന്നും അവർക്കുണ്ടാകൂല. പിന്നെ നടത്തത്തിൽ ഒരാൾ ഊക്കൂട്ടി നടക്കേണ്ടതിന് അർത്ഥമില്ല. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വലിയ നടത്തം നടന്ന മഹാനാണ്. ആദം നബി അലൈഹി സ്വലാം നടക്കുമ്പോ ഭൂമി ഇങ്ങനെ ആദം നബിക്ക് ഇങ്ങനെ ചുരുണ്ടു കൊടുക്കാണോ തോന്നിപ്പോ. ഹാൻഡിലെ തഫ്സീറിൽ പറഞ്ഞത് വലൈസൽ മുറാദു അന്നഹും യംശൂന കൽ മർലാ തസന്നുഅൻ വരിയാഅൻ. ഇവര് പാവങ്ങളായി ജീവിക്കും നടക്കുന്നു പറഞ്ഞാല് ഒരു രോഗിയെ പോലെ ഒന്നും നീന്താൻ കഴിയാതെ അങ്ങനെ പോകുന്നല്ല. അങ്ങനെ ഇതിന് അർത്ഥമില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അമ്പിയാക്കൾ സ്വീകരിക്കണ്ടേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുമ്പോ പെട്ടെന്ന് 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 ഭൂമി അങ്ങനെ മുറിച്ചു കിടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ കുറ്റ്യാടിയിലേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നടന്നെത്താൻ സെക്കൻഡുകൾ മതിയാവും. അപ്പൊ നമ്മൾ എന്താ ഉസ്താദ് നിങ്ങളീ പറയണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം എത്രയുണ്ട്? 60 മുഴം അല്ലെ? 60 മുഴം. നാളെ സ്വർഗത്തിൽ കിടക്കുന്ന എല്ലാവർക്കും അലാ തൂലി അബീഹിം ആദം അലൈഹിസ്സലാം, എല്ലാവർക്കും ഒരേ നീളാണ്. പിന്നെ കളിയാക്കൂലല്ലോ, ഒരേ നീളാണ് എല്ലാവർക്കും. ഇതൊരാൾ നീളം കൂടുതൽ മറ്റാൾ കുറവാകുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ വിളിക്കലൊക്കെ. എല്ലാവർക്കും ഒരേ നീളാകുമ്പോ പിന്നെ ആരെയും പറയാനൊന്നുമില്ല, എല്ലാരും ഒരേപോലല്ലേ കാണുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളാ നൽകുക 60 മുഴം. 60 മുഴം ഉണ്ടാകുമ്പോ നടത്തത്തിന് സ്പീഡ് ഉണ്ടാവൂലേ? ഉണ്ടാകും, നല്ല സ്പീഡ് ഉണ്ടാവും. സ്പീഡ് ഉണ്ടാകുന്ന മാത്രമല്ല, നമ്മുടെ ചെറിയ നടത്തം അവര് നടക്കുമ്പോഴേക്ക് തന്നെ കുറെ അകലങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയും. അപ്പൊ നമ്മൾ വെക്കുന്ന ഒരു കാലം ഇവിടെ വെച്ച് അങ്ങോട്ടാകുമ്പോ അവരൊരു കാലം ഇവിടെ വെച്ചാൽ അപ്പുറത്തേക്ക് വെക്കും. അങ്ങനെ അങ്ങനെ വേഗം വേഗം മുറിച്ചു കിടക്കും. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിനയം കുറഞ്ഞ ആളാന്നാ? അല്ല, നല്ല വിനയമുള്ള മഹാനാണ്. എന്തൊരു വിനയമുള്ള മഹാനാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടല്ലേ വർഷങ്ങളോളം ഖാഫ് മലയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു സുജൂദ് ചെയ്തത്. സുജൂദ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പുല്ല് മുളച്ചുപോയി, കണ്ണീർ കണങ്ങൾ ഉറ്റിയിട്ട്. അങ്ങനെ ചൂടുള്ളൊരു വായു തൊള്ളയിൽ നിന്നങ്ങ് പുറപ്പെട്ടപ്പോൾ ആ പുല്ല് മുളച്ചത് മുഴുവനും ഉണങ്ങിപ്പോയി. 100 വർഷം ഖാഫ് മലയിൽ താമസിച്ചിട്ടുണ്ട്. ഖാഫ് മലയിൽ താമസിക്കുമ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരം പോക്കിന് വേണ്ടി മാൻപേടകൾ വന്നത്. ചുറ്റും വന്നപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങൾക്കൊരു ടൈം പാസ് തരാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ ഒറ്റക്കല്ലേ. അപ്പൊ മഹാനവറുകൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ആടുകളെ, ആ മാൻപേടകളെ ഒന്നിങ്ങനെ തടവിക്കൊടുത്തു. അവരാണ് സഹോദരന്മാരെ പിന്നീട് കസ്തൂരിമാനായി വന്നത്. ഈ മാൻപേടകൾ അവരുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടുകാരികളിലേക്ക് മടങ്ങിപ്പോയപ്പോ ഇവരെ നല്ല മണം മണക്കുന്നുണ്ട്. സത്യത്തിൽ കസ്തൂരി എന്ന് പറയുന്നത് ആടിന്റെ രക്തം തന്നെയാണ്. പക്ഷെ അത് സാധാ രക്തമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആടിന്റെ രക്തം തന്നെയല്ലേ കസ്തൂരി, അതിന്റെ ഒരു വകുപ്പ് തന്നെയാണ്. അതിന് വലിയ വിലയുണ്ട്, വലിയ ഷറഫുണ്ട്, വലിയ മഹത്വമുണ്ട്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടുകൊടുത്തപ്പോൾ ആ മാൻപേടകളോട് എന്തൊരു വിനയമാണ്. എനിക്ക് നേരം പോക്കിനാണല്ലോ ഇവര് വന്നത്, ഇവരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണല്ലോ, ഇവരോടും വല്ലാത്തൊരു സ്നേഹം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ അധികം വിനയം കാണിച്ച മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ സംഭവത്തിൽ വെച്ച് കണ്ടപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആശംസിച്ചു, മർഹബൻ ബിൻ നബി സ്വാലിഹി വലിബിനി സ്വാലിഹി, എന്റെ പുത്രന് സ്വാലിഹായ മകന് സ്വാഗതം. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ ഈ മകന്റെ കീഴിലാണ് ലോകത്ത് ഏറ്റവും വലിയ ഉമ്മത്തുള്ളത്. നാളെ ആഖിറത്തിലെത്തുമ്പോ ഏറ്റവും വലിയ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന നേതാവാണ് ഈ മകൻ. ഈ മകന്റെ ഉമ്മത്തിൽ നിന്നാണ് അധികം ആളുകളും സ്വർഗത്തിലെത്തുന്നത്. ഈ ഉമ്മത്തിൽ സ്വർഗത്തിലെ മെമ്പർമാരുള്ളത് പോലെ മറ്റു സമുദായങ്ങളിലൊന്നും ഇത്ര എണ്ണം മെമ്പർമാരെ കാണൂല.
സൊഫ് തന്നെ നമുക്കല്ലേ ആഖിറത്തിൽ കൂടുതലുള്ളത്. 120 സൊഫിലുണ്ട്. സൊഫ് ആഖിറത്തിലുണ്ടെങ്കിൽ 80 മിൻ ഉമ്മത്തി, 80 എന്റെ ഉമ്മത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര ഉണ്ട്? 80 സൊഫും ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാന്ന് പറയുമ്പോ എത്ര എണ്ണുണ്ട്? ആ നബിയോടും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ വിനയമാണ് കാണിച്ചത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നടക്കുമ്പോ പുരുഷൻ പുരുഷന്റെ രൂപത്തിലും സ്ത്രീ സ്ത്രീയുടെ രൂപത്തിലും നടക്കണം. സ്ത്രീയുടെ നടത്തം പുരുഷനും നടക്കരുത്, പുരുഷന്റെ നടത്തം സ്ത്രീയും നടക്കരുത്. പുരുഷന്മാര് നടക്കണം സ്ത്രീ നടക്കണം വ്യത്യാസല്ലേ ഉണ്ട്. പുരുഷൻ നടക്കുമ്പോ കൈയൊക്കെ ഒന്ന് വീശിയിട്ട് നടക്കുക, സ്ത്രീ നടക്കുമ്പോ അങ്ങനെയല്ല, അതിൽ കുറച്ചുകൂടി ഒതുക്കുണ്ടാവും. അത് അവർക്ക് നൽകിയ ഒരു പരിശുദ്ധിയാണ്. പതുക്കെ അങ്ങനെ നടക്കുന്ന കണ്ടൊരു ചെറുപ്പക്കാരനെ ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള വടി കൊണ്ട് ഒരു കുത്തു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അന്ത മരീദുൻ, നീ രോഗിയാണോന്ന് ചോദിച്ചു. രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. രോഗമൊന്നുമില്ലെങ്കിൽ നാം മനുഷ്യന്മാർ നടക്കും പോലെ നല്ല ഉഷാറായി നടക്കുമെന്ന് പറഞ്ഞു. എന്ത് നടത്താം, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, നീ ഇങ്ങനെ നടന്നാൽ മതിയോ? അപ്പൊ യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ നടത്തത്തിൽ അങ്ങനെ ഒരു രൂപം പ്രാപിക്കുക എന്നല്ല, അതിന്റെ ഉദ്ദേശം അതല്ല. വൈന്നമൽ മുറാദു ബിൽ ഹൗനി, ഇവിടെ ഹൗന് എന്നതുകൊണ്ട് നിസാരത, നിന്യത എന്നതുകൊണ്ട് ഉദ്ദേശം അസ്സക്കീനത്തു, ശാന്തതയാണ്. ഒച്ചപ്പാടുണ്ടാക്കാൻ പോകൂല. അങ്ങനെ ഉണ്ടല്ലോ ഒരു ടീം ഓല അങ്ങാടിലെത്തി അങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാവും, ഒരു കൂക്കലും വിളിക്കലും ഒച്ചപ്പാടും ഓടലും ഉന്തലും തള്ളലും, അതിനൊന്നും വരുന്നുണ്ടാവില്ല. നല്ല ശാന്തത ഉണ്ടാവും. വൽ വഖാറു, നല്ല ഒതുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും പഠിപ്പിച്ചതാണ്. നിസ്കാരത്തിന് വരുന്ന ആൾക്കും നല്ല ശാന്തത വേണം. നിങ്ങൾ നിസ്കാരത്തിന് വരികയാണെങ്കിൽ ഓടിക്കൊണ്ട് വരാൻ പാടില്ല. ഇദാ അതൈതുമുസ്സലാത്ത ഫലാ തഅതുഹാ വഅൻതും തസ്ഔൻ, നിസ്കാരത്തിന് നിങ്ങൾ വരുമ്പോൾ ഓടി വരരുത്. വഅതുഹാ വഅലൈക്കും അസ്സകീന, നിങ്ങൾ നല്ല ശാന്തരായിട്ട് വരണം. ഇത് വാങ്ങങ്ങോട്ട് കൊടുത്താൽ ഓടിപ്പോകുമ്പോ ഒരു പക്ഷേ വുളു ഒന്നും വേണ്ട രൂപത്തിലാകൂല. പിന്നെയോ പള്ളിന്റെ ഉള്ളിലേക്ക് തിരക്കിട്ട് കയറി ചെല്ലുമ്പോ നല്ലോണം കിതക്കുന്നുണ്ടാകും, വിയർക്കുന്നുണ്ടാകും. അഥവാ ഫാനിട്ടില്ലേ പിന്നെ ഫാനിലേക്കായിരിക്കും നോട്ടം. അപ്പൊ ഇത് സമാധാനം, ഒരു ശാന്തത സ്വീകരിക്കാത്തത് കൊണ്ട് വരുന്നതാണ്. നിസ്കാരത്തിന് വരുമ്പോ ജുമുഅ കിട്ടൂല എന്ന് കണ്ടാൽ ഓടണം. ബാക്കിയുള്ള ഏത് നിസ്കാരത്തിന്റെ ജമാഅത്തിന് വരികയാണെങ്കിലും എങ്ങനെ വരണം? നല്ല ശാന്ത രൂപത്തിൽ വരണം. പടച്ചോനെ ഓടിപ്പോയില്ലെങ്കിൽ കിട്ടൂല. കിട്ടുന്നത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, അല്ലാത്തത് പിന്നീട് പൂർത്തിയാക്കുക. വമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാത്തിമു, നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, ബാക്കിയുള്ളത് പൂർത്തിയാക്കുക. ഏത് സദസ്സിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ്, ശാന്തതയോടെ വരണം. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന മുഅ്മിനുകൾ വരുന്ന വഴിയിൽ ശാന്തതയോടെ വരണം. അതുകൊണ്ടാണ് അന്യോന്യം സംസാരിക്കരുത്. എന്താ വേണ്ടത്? ദിക്റിൽ മുഴുകണം. നമ്മൾ ആളുകൾ ഇക്കാലത്ത് അതൊക്കെ മറന്നുപോയി. ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറഞ്ഞില്ലേ, വയസ്തഗിലു ഫീ ത്വരീഖിഹി വഹുദൂരിഹി ബിദിക്രിൻ വസ്വലാ, പള്ളിയിലേക്ക് വരുന്ന വഴിയിലും പള്ളിയിലേക്ക് എത്തിയതിനു ശേഷവും ദിക്ർ കൊണ്ട് മുഴുകണം. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി മുഴുകണം. അൽ കഹ്ഫ് ഓതാൻ കഴിയുന്നവർ ഓതണം. സംസാരിച്ചിട്ട് നേരം കളയരുത്. വരുന്ന ഓരോ വഴിയും അനുകൂല സാക്ഷിയാകണം. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രമല്ല, പെരുന്നാളിന്റെ വരവും അങ്ങനെ തന്നെയാണ്. തക്ബീർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് പള്ളി വരെ നമ്മൾ ഒരുങ്ങേണ്ടത്, സാക്ഷിയാക്കേണ്ടത്. അതൊക്കെ ഒരു ശാന്തതയുടെ അടയാളമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നല്ല ദിക്റിൽ മുഴുകി പോകുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ എന്തൊരു ഒതുക്കമുണ്ട്, അയാൾക്ക് എന്തൊരു ശാന്തതയുണ്ട്. കാരണം അയാൾ നല്ല അച്ചടക്കത്തോടെയാണ് പോകുന്നത്. പരസ്പരം സംസാരങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ തിരക്കിട്ട് ജമാഅത്തിന് കയറിപ്പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതില്ല. സാവകാശം പോയിട്ട് കിട്ടുന്നത് ഇമാമിന്റെ കൂടെ നല്ല ഭക്തിയോടെ നിസ്കരിച്ച് ബാക്കിയുള്ളത് പൂർത്തിയാക്കണം. ഏത് മജ്‌ലിസിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. തിരക്കിട്ട് വന്നിട്ട് മുന്നോട്ട് പോയിട്ട് ജനങ്ങളെ ഇടങ്ങേറാക്കാൻ പാടില്ല. ചിലരങ്ങനെ ഉണ്ട്.
12:30 വരുള്ളൂ. പക്ഷെ സൊഫ് 1-ലോ 2-ലോ എത്തണം. ഇമാമും മുഅദ്ദിനൊന്നല്ല കേട്ടോ, അവര് ദീന്ന് ഒഴിവാണ്. നാട്ടിൽ പക്ഷെ പ്രത്യേക അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടാവും, അവരും ദീന്ന് ഒഴിവാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അവർക്ക് ആ ടൈമിലേ വരാൻ കഴിയുള്ളൂ. എല്ലാവരും ബഹുമാനത്തോടു കൂടെ തന്നെ അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നവരാണ്, അവരും ദീന്ന് ഒഴിവാണ്. ആ നാട്ടിലെ നല്ല പ്രഗത്ഭനായ ഒരു ആലിമാണ്, അല്ലെങ്കിൽ ഉമറാക്കളിൽപ്പെട്ട നല്ലൊരു മഹാനാണ്, അല്ലെങ്കിൽ ഒരു വലിയ സയ്യിദാണ്. അപ്പൊ അവരെ ബാക്കിലിരുന്ന ആൾക്കാർക്ക് ഒരു വിഷമമാണ്. അപ്പൊ ആളുകൾ കണ്ടറിഞ്ഞെന്നെ മുന്നിൽ ഒരു ഒഴിവിടും. അപ്പൊ അവർക്ക് മുന്നിലേക്ക് എത്താൻ സൗകര്യപ്പെടുത്തിക്കൊള്ളു. ഇതൊന്നുമല്ല, മൂപ്പർക്ക് 2-ാം സഫിൽ സീറ്റ് വേണം. അതിനെന്ത് ചെയ്യും? ആൾക്കാരെ പെരടിയൊക്കെ തട്ടി, തോളൊക്കെ തട്ടി തട്ടി തീർപ്പിച്ച് 1-2 ആളുകൾക്ക് ഇങ്ങനെ നോക്കും. പിന്നെ ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരുന്നെന്ന് പറയും. അപ്പൊ പിന്നെ പേടിച്ച് വേറെ എന്തെങ്കിലും പറയുമെന്ന് എഴുതിയിട്ട് അവിടെ ഇരിക്കും. എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അവിടെ ഇരിക്കണം. നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കണം. പിന്നെ സൊഫൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഒരിക്കൂടി ശരിയാകുന്ന സമയത്ത് കയറി നിൽക്കുക. അതാണ് ശരിക്കും അതിന്റെ അദബ്. അത് ശല്യമായിട്ടില്ലെങ്കിൽ ചെയ്യുന്നത് കറാഹത്തും, ആളുകൾക്ക് ശല്യമായാൽ ഹറാമുമാണ്. അങ്ങനെയല്ലേ? അങ്ങനെ വെള്ളിയാഴ്ച എന്തിനാണ് ഈ ഹറാം ഉണ്ടാക്കണേ? ഈ ജുമുഅന്റെ അന്ന് തന്നെ വേണത്. അല്ല, ഒരു മനുഷ്യന് ശല്യമായാൽ മതി. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരുത്തനെ തോള് തട്ടി, മറ്റവന്റെ തല തട്ടി. അപ്പൊ ആൾക്കാരൊക്കെ നോക്കുമ്പോ എന്ത് പറയാനാ, ബാപ്പാന്റെ വയസ്സിലൊന്നും മിണ്ടണ്ട. ശല്യം ഉണ്ടായിട്ട് പക്ഷെ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ ഇപ്പൊ നമ്മൾ പറയാം എന്ന് കരുതിയിട്ടാണ്. ശല്യാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഇനി അതിനൊരു ഗ്യാപ്പ് ഉണ്ട്, മുന്നിൽ ഒരു പോകാനൊരു വഴിയും ഒരു വാതിലൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ശല്യമില്ല. എന്നാ അതിലൂടെ പതുക്കെ കയറി അങ്ങോട്ട് പറ്റാം. അങ്ങനെ പഴയ പള്ളികൾക്കൊക്കെ ഉണ്ടാവും, 2 ഭാഗത്തും ശരി ഉണ്ടാവും, അപ്പൊ അതിലുണ്ടാകും. അപ്പൊ അതിലൂടെ പതുക്കെ അങ്ങോട്ട് കയറി എത്താൻ പറ്റും. പിന്നെ സുഖമാണ്, ഈ ശല്യമൊന്നും ഇല്ലല്ലോ. അതേ സമയത്ത് അങ്ങനെ എത്താൻ പറ്റിയൊരു അവസരം അല്ലേ, എന്നാ പിന്നെ ഉള്ളയിടത്ത് അവിടെ ഇരിക്കും, നിസ്കരിച്ചിരിക്കും. പിന്നെ അങ്ങനെ തക്കം കിട്ടുന്നതനുസരിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊടുക്കുക. അതാ വേണ്ടത്. അത് കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇബാദുർ റഹ്മാൻ, അല്ലാഹു തആല പ്രത്യേകം സ്വീകരിക്കുന്ന മഹാന്മാർ, അവർ നല്ല വിനയമുള്ളവരാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കണ്ടില്ലേ? ഇന്നൽ മുഅ്മിനീന ഖൗമുൻ ദുലലുൻ, വിനയമുള്ളവരാണ് വിശ്വാസികൾ. ദല്ലത്ത് മിൻഹും വല്ലാഹിൽ അസ്മാഉ വൽ അബ്സാറു വൽ ജവാരിഹ്, അവരുടെ കേൾവികൾക്ക് വിനയമുണ്ട്, അവരുടെ കാഴ്ചകൾക്ക് വിനയമുണ്ട്, അവയവങ്ങൾക്കും വിനയമുണ്ട്. സുബ്ഹാനല്ലാഹ്, കേൾക്കാൻ പറ്റാത്തത് കേൾക്കുമ്പോ അവരവിടെ സാന്നിധ്യം കൊണ്ട് അറിയിക്കൂല, ആ സ്ഥലം വിട്ടുപോകും. കാണാൻ പറ്റാത്ത രംഗങ്ങളാണെങ്കിൽ നോക്കി നിൽക്കാൻ അവരെ കിട്ടൂല, അവര് മാറിപ്പോകും. അറിയാത്തത് കൊണ്ടോ അതിൽ വലിയ രസമുണ്ട് എന്ന് കരുതാത്തത് കൊണ്ടോ ഒരാസ്വാദനം കിട്ടുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടോ അല്ല. എനിക്കത് കേൾക്കാൻ പറ്റൂലല്ലോ, എനിക്കത് കാണാൻ പറ്റൂലല്ലോ, എന്റെ അവയവങ്ങളെ കൊണ്ട് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റൂലല്ലോ. അവയവങ്ങൾക്ക് നല്ല ഒതുക്കമാണ്. അവയവങ്ങൾക്ക് ഒരാൾക്കും ഒരു അക്രമം ചെയ്യൂല. അവര് മെസ്സേജ് എഴുതുകയാണെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിലും സ്വീകരിക്കുകയാണെങ്കിലും കത്തെഴുതുകയാണെങ്കിലും ഏത് സംഗതികൾ ചെയ്യുകയാണെങ്കിലും അവരെ കൈകൾക്ക് നല്ല വിനയമുണ്ടാകും. ഏതെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും ഒട്ടിച്ചു വെച്ചൊരു പോസ്റ്റർ ഒരിക്കലും അവരെ കൈ കൊണ്ട് വെറുതെ അവർ കീറിക്കളയൂല. വിനയമുള്ളവരാണോ നമ്മൾ എന്തിനത് കീറാൻ പോകണം? അതാരോ ഒട്ടിച്ചതല്ലേ, അവരെ പരിപാടിയല്ലേ, നടന്നോട്ടെ. നല്ല വിനയത്തോടെയാണ്, അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, നടത്തിക്കോട്ടെ. കൈകൊണ്ടോ കാലുകൊണ്ടോ ഒരു ദുൽമും അവർ ചെയ്യൂല. അവയവങ്ങൾക്ക് നല്ല വിനയം ഉണ്ട്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമുഖത്ത് വിനയത്തോടെ ജീവിക്കുന്നവരാണ്. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് മൊത്തം വിനയം വന്നുപോയി. അതേ കണ്ണുകൾക്കും കാഴ്ചകൾക്കും കേൾവികൾക്കും വിനയം വന്നുപോയി. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഹത്താ യഹ്സബുഹുമുൽ ജാഹിലു മർളാ, ഒരു വിവരമില്ലാത്തവൻ ഇവരെ കണ്ടാ വിചാരിക്കും ഇവര് രോഗികളാണ് എന്ന്, ഇവര് സുഖമില്ലാത്തവരാണ് എന്ന് വിവരക്കേട് പറയുന്ന ആള് മനസ്സിലാക്കും. വമാ ബിൽ ഖൗമി മിൻ മറളിൻ, ആ സമൂഹത്തിൽ ഒരു രോഗവും ഇല്ല. പിന്നെന്തിനാന്നറിയോ അവര് കേൾക്കാതെ പോകുന്നത്, കാണാതെ പോകുന്നത്, ദുൽമു ചെയ്യാതെ പോകുന്നത്? വഇന്നഹും വല്ലാഹി ലാ സിഹാഹു, നല്ല ആരോഗ്യവാന്മാരാണ് അവര്. വലാകിന്നഹും ദഖലഹും മിനൽ ഖൗഫ്, അവരെ ഉള്ളിൽ ഒരു ഭക്തി കടന്നു കൂടിയിട്ടുണ്ട്. ആ ഖൗഫ് അവരോട് പറയാണ്, നിനക്കത് നോക്കാൻ പറ്റുമോ?
നിനക്കത് കേൾക്കാൻ പറ്റോ? നിനക്കത് ചെയ്യാൻ പറ്റോ? അതുകൊണ്ട് മാറിപ്പോകണം. ഈ പേടി കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത്. ഈ പേടിയാണ് ദുന്യാവിന്റെ ചില വിഷയങ്ങളിലേക്കൊന്നും വരാതെ അവരെ തടഞ്ഞു നിർത്തുന്നത്. പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള വിവരം അവർക്ക് നല്ലോണമുണ്ട്. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമുഖത്ത് നല്ല വിനയത്തോടെ ജീവിക്കുന്നവരാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും വിനയം ഏറ്റി തെരുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം കണ്ടില്ലേ? തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു എനിക്ക് പ്രത്യേകം വഹി അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വിനയം കാണിക്കണം. ഒരാളും ഒരാളെക്കാളും പവർ നടിക്കരുത്, ഒരാളും ഒരാളെ മേലും അതിക്രമം ചെയ്യരുത്. ഞാനങ്ങ് പറഞ്ഞാൽ എന്താ അവന് കേട്ടാല്? ഞാൻ വലിയ തറവാട്ടുകാരനല്ലേ? നല്ല തറവാട്ടുകാരനാണെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണം വിനയമാണ്. നല്ല ആലിമാണോ? ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. നല്ല സയ്യിദാണോ? ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയമാണല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോ കുട്ടികളെ കണ്ടാൽ അവിടെ ഒന്ന് നിന്നിട്ട് അവരോടൊരു സലാം പറയുന്നു. നിയമം എങ്ങനെയാണ്? ചെറിയവർ വലിയവരോട് പറയുക എന്നല്ലേ? വിനയം നേരെ തിരിച്ചാണ്. ചെറിയവർ ആരോട് പറയണം? വലിയവരോട് പറയണം. അങ്ങനെയാണല്ലോ. നടക്കുന്ന ആൾക്കാർ ഇരിക്കുന്നവരോട് പറയണം. വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവരോട് ഇരിക്കുന്നവരോടും പറയണം. അങ്ങനെയാണല്ലോ അതിന്റെ ശൈലി. അങ്ങനെ. പക്ഷെ കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ടൊരു സലാം പറയണം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾ, പേരക്കുട്ടികൾ, അവരാദ്യം തന്നെ വരവേൽക്കുന്നത് അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മക്കും വിനയുണ്ടായി, കുട്ടികൾക്കും വിനയുണ്ടായി. പറയുന്നവർ മാത്രമല്ല, മടക്കുന്നവർക്കുണ്ടാവും വിനയം. കുട്ടികളെ കാണുമ്പോൾ തങ്ങളൊന്ന് നിൽക്കും, അവരോട് സലാം പറയും. അത് വല്ലാത്തൊരു വിനയാണ്. നമ്മൾ എന്ത് പറയാനാ കുട്ടികളോട്? കുട്ടികളെ നമ്മൾ ഒഴിവാക്കും. കുട്ടികളോട് തങ്ങളെ ഒരു സ്നേഹം, അടിമകളോട് തങ്ങളെ സ്നേഹം. അന്നൊന്നും ആരും പരിഗണിക്കാത്തൊരു വിഭാഗമല്ലേ അടിമകൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എടുത്തു വന്നിട്ട് അടിമ പറയാണ്, തങ്ങളൊന്ന് എന്റെ കൂടെ വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴ്ന്ന ഏതെങ്കിലും ഒരാള്, ഒരു ജാതിക്കാരൻ നമ്മളെ വിളിച്ചിട്ട്, നിങ്ങളൊന്ന് എന്റെ കൂടെ കോഴിക്കോട്ടങ്ങാടി വരെ പോന്നു തരും, എനിക്കൊരു വസ്തു അവിടുന്ന് വാങ്ങിക്കാനാണ്, അതിന് വില പേശാനും മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ പോകും. നിന്റെ കൂടെ ഞാനില്ല, എന്റെ കൂടെ വരാൻ എനിക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് അടിമ പറയാണ്, നിങ്ങളൊന്ന് എന്റെ കൂടെ വരണം. തങ്ങളെ കൈയും പിടിച്ച് അടിമ സ്ത്രീകൾ പോകാൻ. എന്നിട്ട് എന്തിനാ കൊണ്ടുവന്നത്? ധൈര്യത്തിനാണ്. പണിയെടുപ്പിച്ച യജമാനനോട് ചെറിയ കൂലി കിട്ടാനുണ്ട്, തങ്ങൾ ഇവിടെ നിൽക്കണം, അഥവാ ഞാൻ വന്ന് വിളിക്കുമ്പോ വരണം, എന്നിട്ട് സംസാരിക്കണം. നമ്മൾ പോകും. അതിനൊന്നും എനിക്ക് ആവൂല എന്നല്ലേ നമ്മൾ പറയാം. കൂലി കിട്ടാതെ നീ വാങ്ങിക്കുക, കാരണം എന്തെല്ലാം അവിടുന്ന് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കേണ്ടി വരൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിനയം നോക്ക്. നിങ്ങൾ സാധാ അടിമകൾ, അവർക്ക് സ്വതന്ത്ര സ്ത്രീകളുടെ അവറത്ത് പോലും ഇല്ലല്ലോ. പക്ഷേ തങ്ങളെ വിനയമാണത്. അവരും ഈ സമൂഹത്തിലെ മെമ്പർമാരാണല്ലോ, അവർക്കും അവകാശമുണ്ടല്ലോ, അത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ചെറിയ കുട്ടികൾ വന്ന് പറഞ്ഞാലും തങ്ങൾ അതിന് മുന്നിടും. മക്കയിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുകയാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടി വന്നു. ആ ചെറിയ കുട്ടി വന്നിട്ട് ഖുറൈശി നേതാക്കളോട് പറയുന്നു, അബുൽ ഹക്കം എനിക്ക് കാശ് തരാനുണ്ട്, നിങ്ങൾ അത് വാങ്ങിത്തരണം. അബുൽ ഹക്കം എന്ന് പറഞ്ഞ ആളെ മനസ്സിലായില്ലേ? അബൂജഹലിന്റെ പേരാണ്. അബൂജഹലിന് അന്ന് അങ്ങനെ ഒരു പേര് വിളിക്കാൻ കാരണം, അന്നത്തേത് പ്രശ്നങ്ങളിലും ഇടപെട്ട് തീരുമാനം പറയാൻ കെൽപ്പുള്ള നേതാവാണ് അബൂജഹല്. ഒരു കാരണവരാണ്, അതിന് തർക്കമൊന്നുമില്ല. മക്കത്തെ നല്ല ന്യായം പറയാനും തീരുമാനം പറയാനൊക്കെ പറ്റിയ ഒരു നല്ല നല്ല കരുത്തുറപ്പുള്ള ഒരു നേതാവാണ് അബൂജഹൽ. പക്ഷെ പിന്നെ ഇങ്ങനെ ആയപ്പോ പേര് അങ്ങനെ വന്നേ ഉള്ളൂ. അബുൽ ഹക്കം വിളി അത് വാപ്പിമിട്ട പേരല്ലോ, സ്വന്തം പേര് അംറു ബിൻ ഹിഷാം എന്നാ. ഇത് ജനങ്ങൾ വിളിച്ച പേരാണ് അബുൽ ഹക്കം. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ തീരുമാനം പറയാനും വിധി പറയാനും പഞ്ചായത്ത് പറയാനൊക്കെ നല്ല പക്വമതിയാരാണ്, നല്ല നേതൃ പിന്തുണയുള്ള ഒരു നേതാവാണ്, സമൂഹത്തിന്റെ പിന്തുണയുള്ള. അതുകൊണ്ടാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ,
രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി തരണം. അതൊന്ന് ഈ പറയുന്ന അബുൽ ഹക്കം എന്ന് പറയുന്ന അംർ ബിൻ ഹിഷാമാണ്. മറ്റൊന്ന് ഖത്താബിന്റെ പുത്രൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ ദുആ ഫലിച്ചതും അത് അനുഗ്രഹിച്ചതും ഉമർ റളിയല്ലാഹു അൻഹുയായി എന്ന് മാത്രം. അതുകൊണ്ട് വലിയ ഇസ്സത്തും കിട്ടി, വലിയ ശക്തിയും കിട്ടി. അപ്പൊ അംർ ബിൻ ഹിഷാം അബൂജഹൽ കാശ് തരാനുണ്ട് എന്നാണ് ഒരു കുട്ടി വന്ന് പറയുന്നത്. എത്തിയും കുട്ടിയാണ്. എത്തിയും കുട്ടിയാണെങ്കിലും കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിച്ചാൽ വലിയവർ ജോലി എടുക്കും പോലെ ജോലി കുട്ടികൾ എടുത്താൽ വലിയവർക്ക് കൊടുക്കും പോലെ കൂലി കുട്ടികൾക്ക് കൊടുക്കണം എന്നാ കണക്ക്. അങ്ങനെയാണ്. അത് തട്ടിപ്പൊന്നും കഴിച്ചിടാൻ പറ്റൂല. വലിയ ആൾക്കാരെടുക്കുന്ന അതേ ജോലി കുട്ടികൾ എടുത്താൽ വലിയവർക്ക് എത്ര കൊടുക്കും? 2000. അത് നോട്ട് കീറണ്ട, ചില്ലറാക്കണ്ടല്ലോ, ഡയറക്റ്റായി കൊടുക്കാലോ. അതന്നെ കുട്ടിയെ കൊടുക്കണം. വലിയ ഒരാൾ വീട്ടിൽ വന്നിട്ട് എന്ത് പണിയെടുക്കും? അയാള് എല്ലാ തെങ്ങിന്റെയും മറ്റും മുരടക്കും ചെത്തിക്കോരി അവിടെ മണ്ണക്കെട്ട് വാളക്കെട്ട് റെഡിയാക്കും. അതേ ഒരു പണി അത്ര വലിയ വയസ്സില്ലാത്ത ഒരു 10, 15, 16 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 10, 14 വയസ്സുള്ള ഒരു കുട്ടി വന്ന് എടുത്താൽ ആ കുട്ടിക്കും കൊടുക്കണം. അങ്ങനെ ഇത് കുട്ടിയല്ലേ, അതുകൊണ്ട് ഒരു 10, 50 റുപ്യ മതി ഒരു ചായന്റെ കാശ്, അത് പോരാ. കാശ് കൊടുക്കണം, കൂലി കൊടുക്കണം. ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടി വന്ന് അവകാശം ചോദിച്ചപ്പോ ഈ കാരണവന്മാര് പറഞ്ഞു, ദാ അവിടെ കാണുന്ന ഒരു മാന്യദേഹം അവിടെ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചൂണ്ടിട്ടു. കുട്ടിക്ക് ആരാന്നറിയില്ലല്ലോ, കുട്ടിക്ക് കുട്ടിന്റെ കാശ് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഞാനൊരു യതീമാണ്, എനിക്ക് അബുൽ ഹക്കം ഇങ്ങനെ കാശ് തരാനുണ്ട്, ജോലി എടുത്ത കാശാണ്, അത് തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്, നിങ്ങൾ അവിടുത്തെ വല്ലാത്തൊരു വിനയം. ഒരു കുട്ടിയാണിത് വന്ന് പറയുന്നത്. ആരോട്? ലോക നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉടനെ എഴുന്നേറ്റു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെയും കൂട്ടി അബൂജഹലെ നിന്റെ വീട്ടിലേക്ക് വരും അബുൽ ഹക്കമേ. അങ്ങനെ വരുമ്പോ നീ കതകങ്ങ് കൊട്ടിയടക്കണം, തുറന്നിട്ട് ഒറ്റടക്കൽ അങ്ങ് അടക്കണം. അപ്പൊ നബിതങ്ങള് മാനക്കേടിലാകുമല്ലോ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂക്കി വിളിക്കും, പരിഹസിക്കും. അതിനാണ് അവരെ ശ്രമം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവകാശം വാങ്ങുന്നതിൽ ഒരാളെയും മുഖം നോക്കാറില്ല. കുട്ടിയെയും കൂട്ടിപ്പോയിട്ട് അബൂജഹലിന്റെ വാതിലിന് മുട്ടി. വാതിൽ തുറന്നപ്പോ തങ്ങൾ ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞു, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കണക്കാക്കി അങ്ങ് കൊടുത്തേക്കണം. 4 ഭാഗത്തുനിന്നും ഇവരിങ്ങനെ വീക്ഷിക്കുകയാണ്, എന്ത് സംഭവിക്കും? കഥക കൊട്ടിയടക്കുന്നുണ്ടോ? ഒന്ന് കൂക്കി വിളിക്കണ്ടേ, ഒന്ന് രസിക്കണ്ടേ, ഒന്ന് ഊറിച്ചിരിക്കണ്ടേ? പക്ഷേ കഥകടച്ചില്ല. അബൂജഹൽ ഉള്ളിലേക്ക് പോയി ഒരു കീശയിൽ ഒരു സഞ്ചിയിലാക്കി കൊടുക്കേണ്ട പണം കൊണ്ടുവന്നു കൊടുത്തു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അബുൽ ഹക്കം അനുസരിച്ചത് എന്നാ പിന്നെ നേതാക്കളെ ചർച്ച. ഇത്ര വേഗം അനുസരിക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് അവരെ സംശയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കുട്ടിയെ സന്തോഷിപ്പിച്ച് നോക്ക്. നിങ്ങൾ നമ്മുടെ വിഷയം അതാണ്. തങ്ങൾക്കുള്ള എന്തൊരു വിനയമാണ്. ഒരു പാവപ്പെട്ട പരിചയമില്ലാത്തൊരു എത്തിയും കുട്ടി വന്നിട്ട് ജോലി എടുത്ത കാശ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഏതൊരാളുടെയും അവകാശമാണല്ലോ. അത് കുട്ടിയാണെങ്കിലും കിട്ടേണ്ടത് തന്നെയല്ലേ. കുട്ടി നീ എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെയാകാമെന്ന് പറഞ്ഞില്ല, ഉടനെ എഴുന്നേറ്റ് വാങ്ങിക്കൊടുത്തു. ഇതാണ് ഭൂമിയിൽ വിനയത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണം. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ വല്ലാതെ വിനയം കാണിച്ച നേതാവാണ്. ഇദാ അകല ലഇഖ അസാബിഹു സലാസ്, 3 വിരലുകളെ കൊണ്ടാണല്ലോ പതിവായി ഭക്ഷണം കഴിക്കാറുള്ളത്. അതേ, ആ ഭക്ഷണം കഴിക്കുമ്പോ ഈ 3 വിരലുകളും വടിച്ച് വൃത്തിയാക്കാറുണ്ടായിരുന്നു. അവിടുത്തെ പ്ലേറ്റും തങ്ങൾ വടിച്ച് വൃത്തിയാക്കാറുണ്ടായിരുന്നു. അതൊക്കെ വിനയത്തിന്റെ ഒരു ഭാഗമാണ്. ഭക്ഷണം തികഞ്ഞില്ല എന്നല്ല കൂട്ടേണ്ടത്, അത് വിനയത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു തന്നതല്ലേ ഭക്ഷണം. ചെറുതാണെങ്കിലും ഭക്ഷണമാണ്, വലുതാണെങ്കിലും ഭക്ഷണമാണ്. ഭക്ഷണത്തോട് വലിയ ബഹുമാനവും കാണിക്കണം, വലിയ വിനയം കാണിക്കണം. ഇഷ്ടം പോലെ കഴിച്ച് ബാക്കി മിച്ചവിട്ട് പോകരുത്. പ്ലേറ്റിലുള്ള ഭക്ഷണം പുറത്തുപോയി കൊണ്ടുപോയി കൊട്ടരുത്. ഉമ്മമാരെ, സഹോദരന്മാരെ, ഉപ്പമാരെ, കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഒരസ്പൃശ്യതയും പുരളാത്ത നല്ല കൈകളാണ് കുഞ്ഞുങ്ങളെ കൈകള്. അവർക്ക് ദോഷം എഴുതപ്പെട്ടിട്ടില്ലല്ലോ. ഒരുപക്ഷെ ബിസ്മി ചൊല്ലിയിട്ടോ സ്വലാത്ത് ചൊല്ലിയിട്ടോ അവർക്ക് നന്മ എഴുതപ്പെട്ട് കാണും. ആ നല്ല മക്കളുടെ നല്ല കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് കുഴച്ചിട്ട ഭക്ഷണം
അതിൽ വലിയ ശിഫയുണ്ട്. പഴമക്കാരായ ഉമ്മമാരും ഉപ്പമാരും വേണ്ട അത്ര ഭക്ഷണം അതിലേക്ക് ഇട്ടുകൊണ്ട് അവർ ഭക്ഷിക്കുമായിരുന്നു. ഇന്ന് ആ വിനയമൊക്കെ പോയി എന്നാ തോന്നുന്നത്. സങ്കടകരമാണ്. പോകാൻ പാടില്ല. അതങ്ങനെ തന്നെ കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ ഒഴിച്ചിട്ട് ആ പ്ലേറ്റ് ഒന്ന് കഴുകിയിട്ട് പുതിയ ഭക്ഷണം അതിലേക്ക് വിളമ്പുന്നു. നഊദു ബില്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ വിനയം കാണിക്കണം. പ്ലേറ്റിന്റെ അടിയില് അതേ സുപ്രയിൽ തെറിച്ചു വീണ ഭക്ഷണങ്ങളില്ലേ, അതെടുക്കണം. നമ്മളെ വീടൊന്നും പഴയ വീട് പോലെയല്ലല്ലോ. രാവിലെയും വൈകുന്നേരമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന നല്ല ക്ലീൻ ചെയ്ത വീടല്ലേ. അതുകൊണ്ട് കഴിക്കുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ശിഷ്ടങ്ങളോ താഴെ വീണാൽ അതെടുക്കണ്ട എന്ന് പറയുന്നതിന് പകരം അതെടുത്ത് കാണിച്ചു കൊടുക്കണം. കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ആദ്യം തിന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഭക്ഷണത്തോടുള്ള വിനയം നമ്മുടെ മക്കൾ പഠിക്കുക. അവർക്കതിനോട് ബഹുമാനമുണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വിനയം വേണം. യഥേഷ്ടം കഴിച്ച് അല്ലാഹു തആല തന്നതിനോട് നമുക്ക് കൂറ് വേണം. ഇഷ്ടം പോലെ കൊണ്ടുപോയി കൊട്ടരുത്. ഏതെങ്കിലും കന്നുകാലികൾ ഭക്ഷിക്കാനുണ്ടെങ്കിൽ ചോദ്യം വരൂല. ഏതെങ്കിലും കോഴികളോ മറ്റോ ഭക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു എന്ന് പറയാം. വെറുതെ കൊണ്ടുപോയി കുഴിയിൽ തട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വക്കലതിന് ചോദ്യമുണ്ടെന്ന് മറക്കരുത്. റബ്ബ് എണ്ണി എണ്ണി ചോദിക്കും. അവനാണ് ഇതൊക്കെ തരുന്നവൻ. അവന്റെ പക്കലാണ് അതിന്റെ ഗോഡൗൺ ഉള്ളത്. നമ്മുടെ ആരുടെയും പക്കലല്ല. ഭക്ഷണത്തിന്റെ ഗോഡൗൺ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത് മുകളിലാണ്. സമായിലാണ് നിങ്ങൾക്കുള്ള റിസ്ക് ഉള്ളത്. സമായിൽ നിന്ന് വർഷിക്കുന്ന മഴകളിലൂടെയാണ് ഇവിടെ ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ സജീവമാകുന്നത്. അത് തീരെ ഭൂമി തടഞ്ഞു വെക്കാതിരുന്നാലോ ഉൽപാദനം നടക്കൂല. ഒന്നും തന്നെ ഇവിടെ കിട്ടുകയില്ല. അതുകൊണ്ട് ഭക്ഷണത്തോട് വലിയ വിനയം വേണം. ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? ഉവൈസുൽ ഖർനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ സദാ സമയത്തും ഭക്ഷണം കഴിക്കൽ ഹോട്ടലിന്റെ ബാക്ക് ഭാഗത്തുള്ള കൊട്ടയിൽ നിന്നാണ്. മിക്ക നേരത്തും അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് മഹാനവറുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ കാക്കയോ പൂച്ചയോ നായകളോ വന്നാൽ മഹാനവറുകൾ അവരോട് പറയും, എന്റെ വിഹിതം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കുള്ള ചെറിയൊരു വിഹിതം പോലും ഞാൻ ഭക്ഷിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വിഷമൊന്നും കരുതരുത്. നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. എന്നിട്ട് അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയാൽ എന്നെ ആ വിഷയത്തിൽ നീ ശിക്ഷിക്കരുതേ അല്ലാ. കാരണം ഒരു ഭക്ഷണം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ പാഴാക്കിയിട്ടില്ല. ഇത് പറയാൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് കെൽപ്പ് വേണം, നമുക്ക് കഴിവ് വേണം. ഒരിക്കലും ഭക്ഷണങ്ങൾ ഏറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊട്ടുന്ന സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾ തന്നെ അത് വിവിധ സമയങ്ങളിലായിട്ട് റീകണ്ടീഷൻ ചെയ്തിട്ട് കഴിക്കണം. ചിലരങ്ങനുണ്ട്. പഴയ കാലത്തും നോക്ക് നിങ്ങൾ, നമ്മളെ വീടുകളിലൊന്നും ഈ ഫ്രിഡ്ജില്ല ഉണ്ടോ? പഴയ കാലത്തൊന്നുമില്ല, അടുത്ത കാലത്തല്ലേ വന്നത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ 10 കിലോ ഉളുഹിയത്തിന്റെ ഇറച്ചി കിട്ടിയാലും ഒരു എല്ല് പോലും ഒന്ന് തൊള്ളയിൽ വെച്ച് അതിലുള്ളത് ബർക്കത്തുങ്ങോട്ട് ഊറ്റി കുടിക്കാതെ പുറത്തറിയോ? ഇന്നോ? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിനോട് നമുക്കൊരു വിനയം വേണം. അല്ലാഹു തആല തരുന്നത് എത്ര ബറക്കത്തുള്ള ഭക്ഷണമാണ് ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ. രോഗങ്ങളൊക്കെ മാറും. കാരണം അത് ബറക്കത്തുള്ളൊരു മാംസാണ്. ഇത് ശിഫുള്ളതാണത്. വലിയ ബറക്കത്താണ് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നിങ്ങൾ കിട്ടുന്നത് മുഴുവനും അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ വെക്കും. അപ്പൊ എന്ത് ചെയ്യും? 2 ദിവസമാകുമ്പോഴേക്ക് പിന്നെ അതിന്റെ കട്ടി പറയണ്ട. അതൊന്ന് റെഡിയാകണമെങ്കിൽ വലിയൊരു മേട്ടെടുത്ത് മേടേണ്ടി വരും. ആ രൂപത്തിൽ അത് ബലം വെച്ചിട്ടുണ്ടാവും. 4 ദിവസം കഴിയുമ്പോഴോ തൊടാൻ പറ്റൂല. കൈയെടുത്തു തണുത്തിട്ട് ഐസിനെക്കാളും വലിയ ഐസും കണ്ട. ഇത്രയും ഇത് ഐസിൽ താങ്ങി നിൽക്കുന്നത്. പിന്നെ അത് കുറെ നേരം വെള്ളത്തിലിട്ട് എത്ര വെള്ളത്തിലിട്ടാലും നമ്മൾ അത് പീസ് പീസാക്കി കഴിക്കുമ്പോൾ അതുകൊണ്ട് വരുന്ന ദുരന്തങ്ങളും ദോഷങ്ങളും എത്രയെന്നറിയും നിങ്ങൾ? ചെയ്യേണ്ടത് എന്താണെന്നറിയും നിങ്ങൾ? നല്ലോണം
മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് മുളകും പുരട്ടിയിട്ട് അതൊരു ഹാഫ് വേവിൽ വേവിക്കണം. ഇനി അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. അക്കീക്കന്റെ ഇറച്ചി കിട്ടിയാലൊക്കെ അത് ധാരാളമായി പോയി കൊണ്ട് കൊട്ടാന്ന് കരുതരുത്. അതങ്ങനെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഒരു അടുത്ത നേരത്തിന് കുറച്ചെടുത്തു, പിറ്റത്തെ നേരത്തിന് രണ്ടാമതും എടുത്തിട്ട് പുതിയ ഉള്ളിയും പുതിയ കിഴങ്ങും ചേർത്ത് ഒന്ന് റീകണ്ടീഷൻ ചെയ്താൽ ഒരു കുഴപ്പം അതിനുണ്ടാവില്ല. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഉദയത്തിന്റെ ഇറച്ചി കിട്ടിയിട്ട് ഒരു തുണ്ട് പോലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഞാൻ അയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിലേക്ക് അതിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ കാര്യമായിട്ട് രണ്ടെണ്ണമാണ്: പച്ചക്കറികളും ഫ്രൂട്ട്സുകളും. പാല് വരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടില്ല. ഇത് ഈ അപ്പച്ചട്ടിന്റെ തുണി വരെ കാണും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ. ചോറ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കിട്ടില്ല. കരുത്, കേടാണ്. നമ്മളെ ശരീരത്തിന് കണ്ടില്ല നിങ്ങൾ താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ എത്രയും വരുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, പഠിച്ചോനെ ഞാൻ നിസ്കരിക്കണില്ലേ, ഞാൻ നോമ്പ് വെക്കണില്ലേ, ഞാൻ ഖുർആൻ ഓതുന്നില്ലേ, സംസം വെള്ളം കണ്ടമാനം കുടിക്കുന്നത്, പിന്നെ എന്താ അതെന്നോ? നീ തന്നെയല്ലേ അതിന്റെ തുടക്കക്കാരൻ. അല്ല, ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിട്ടില്ലേ നമ്മൾ? അന്ന് വല്ലതും വേസ്റ്റ് ആയിരുന്നു. അതാ ഉപ്പമാരോട് ചോദിക്കും, ഉമ്മമാരോടൊക്കെ ചോദിക്കും. ഞാൻ എന്റെ പഴയ കാലത്തെ വീട്ടിലെ പരിചയം വെച്ചാൽ ഞാൻ പറയുന്ന ഒരൊറ്റ കഷ്ണം ഇറച്ചി പോലും കളയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നാ അന്ന് അത്ര കിട്ടുന്ന രൂപത്തിൽ ഇന്ന് കിട്ടുന്നത് ഒരു പക്ഷേ കുറവായിട്ട് പോലും ഒഴിവാക്കുകയാണ്. അന്നൊരു പക്ഷേ വീട്ടിലേക്ക് കിട്ടുന്ന അന്ന് കൂടുതൽ ആളുകൾ ഒരു പക്ഷേ അറുക്കാനുണ്ടാവും, കൊണ്ടുപോകാൻ അംഗങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഒരു 10 കിലോനൊക്കെ കിട്ടിയാലും അത് സുഭിക്ഷമായ നല്ല രൂപത്തിൽ ഭക്ഷിക്കും. ഇന്ന് കിട്ടുന്നത് 4 കിലോ ഇറച്ചിയാണെന്ന് കൂട്ടിക്കോളൂ. ഒരു 1-2 കിലോനിങ്ങനെ ഒന്ന് റെഡിയാക്കി ഭക്ഷിക്കും. പിന്നെ നടക്കൂല, ഞാൻ കുട്ടിക്ക് അള്ളാഹുത്താലും കാണില്ല, രാത്രിയിലാണ് കുട്ടിയാൽ മതി. എത്ര ഒഴിവാക്കണം. സഹോദരിമാര് നല്ല കഴിവ് ആർജിക്കണം. കണക്കനുസരിച്ച് ഭക്ഷണം വെക്കാനുള്ള കഴിവ്. തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, കേടില്ലല്ലോ. തികഞ്ഞില്ലാന്ന് കുട്ടികൾ 1 മെമ്പർക്കോ 2 മെമ്പർക്കോ തികഞ്ഞിട്ടില്ലാന്ന് കുട്ടികൾ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത് ചില വീടുകളിൽ കാണും, എത്ര കൊല്ലങ്ങളായാലും ഏത് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാലും ബാക്കിയാണ്. അത് കറാമത്തോണ്ട് ബാക്കിയാകല്ല, കണക്കിലധികം എടുത്തുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഈ ബാക്കിയുള്ളത് ഭക്ഷിക്കാൻ ആളില്ലാതുമ്പോ ഒരു പക്ഷേ ഇതിന് കുറ്റത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഒന്നുകിൽ ഇത് പക്ഷികളോ മറ്റോ ആരെങ്കിലും ഭക്ഷിക്കണം, അല്ലെങ്കിൽ മൃഗങ്ങൾ ആരെങ്കിലും ഭക്ഷിക്കണം. വെറുതെ കൊണ്ടുപോയി കുടിയിൽ തള്ളിയാൽ അള്ളാഹു വെറുതെ വിടൂല. അതെപ്പോഴും കരുതേണ്ടതാണ്. അതിനോട് കാണിക്കേണ്ട ഒരു വിനയം അതിനോട് കാണിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തോട് എത്ര വിനയ കാണിച്ചിരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ്. റിസ്ക് തരുന്നവൻ അവനല്ലേ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. റാസിഖ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അവൻ തരുന്ന ആ റിസ്കിനോട് നമ്മൾ വിനയമുള്ളവരാകണം. അതുകൊണ്ടാ തങ്ങൾ കൈവടിക്കുന്നത്, പാത്രം വടിക്കുന്നത് എന്തൊരു വിനയമാണ്. പുറത്തുപോയ ഭക്ഷണം എടുക്കുകയാണ്. നമ്മളെ പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ നിലം കരി തേച്ചതായിരുന്നു. ഓർമ്മല്ലേ നിങ്ങൾക്ക്? കരി തേച്ച നിലത്ത് വീണ ഇറച്ചി കഷ്ണം വല്യപ്പമാരെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എടുത്തിട്ട് കൊണ്ടുവന്ന ഗ്ലാസിൽ നിന്ന് ഒരിറ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കും. എന്നിട്ടൊന്ന് നോക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒന്നുമില്ലെങ്കിൽ അത് ഭക്ഷിക്കുന്നു. ഇന്ന് നല്ല ക്ലിയറായ പവർഫുള്ളായ വീട്ടിലെ അടിഭാഗങ്ങള് നല്ല ടൈലൊട്ടിച്ചതാണ്, നല്ല മാർബിൾ ഒട്ടിച്ചതാണ്, നല്ല ഗ്രാനൈറ്റ് പതിച്ചതാണ്, അതുപോലത്തതാണ്. ഒരു കേടുമില്ല. പക്ഷേ നിലത്തെങ്ങാനും വീണുപോയാൽ ഒരു കുഴപ്പവും ബാധിക്കാത്ത, അത് എടുക്കാൻ നമ്മൾ സമ്മതിക്കാത്തത് ഭക്ഷണത്തോട് നമുക്കുള്ള വിവരക്കേടും അതുകൊണ്ടുള്ള ബഹുമാനക്കുറവുമാണ്. നല്ല വിനയം അതിനോട് വേണം. അതാ നമ്മുടെ ബറക്കത്തിന്റെ കാരണം. അതുകൊണ്ട് താഴെ വീണത് എടുത്ത് ഭക്ഷിക്കുമ്പോ അത് രോഗത്തിന്റെ ശിഫക്ക് കാരണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഭക്ഷണത്തോട് നല്ല വിനയം കാണിച്ചതാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഫിർഔനിന്റെ ശരീരത്തിന് ഒരു കേടും പറ്റാതിരുന്നത്. ഫിർഔനിന് അല്ലാഹു തആല രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടില്ല. അവസാന സമയം വരെ നല്ല ആഫിയത്തായിരുന്നു. അതാള് മുത്തഖിയായി സ്വാലിഹായത് കൊണ്ടല്ല, പിന്നെയോ അള്ള കൊടുത്ത അന്നത്തോട് വലിയ ആദരവായിരുന്നു.
ഏത് പ്ലേറ്റിൽ നിന്ന് തെറിച്ച് വീണാലും അത് പെറുക്കിയെടുത്ത് ഭക്ഷിക്കുന്ന രാജാവായിരുന്നു ഫറോവ. അതാണ് നല്ല ആഫിയത്ത്, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ശിഫക്ക് വേണ്ടി, നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി ഒരു മൂമിനായ മനുഷ്യൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി, ബാപ്പ കുടിച്ച ഗ്ലാസ്സിൽ ബാക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളമുണ്ട്, അത് കുടിക്കേണ്ടവരല്ലേ മക്കള്. ഭർത്താവ് കുടിച്ച ഭക്ഷണത്തിൽ ഗ്ലാസ്സിലെ ബാക്കി വെള്ളം അത് കുടിക്കേണ്ട ആളല്ലേ ഭാര്യ. ഭാര്യ കുടിച്ച ഭർത്താവിന് കുടിച്ചൂടെ? അതിൽ വല്ല കുറവുണ്ടോ? പക്ഷെ നിങ്ങൾ നോക്കി നമ്മളെ ആൾക്കാരെ ഇതുകൊണ്ടൊക്കെ എത്ര കുറവാ നമുക്ക്. ചുരുങ്ങിയ കാലം അത് 25 പീസായി പോയൊക്കെ, അത് അവിടെ ഓട്ട, അവിടെ വാളുവിന്, അങ്ങനെ മറ്റേ ഇങ്ങനെ. കാരണം ഈ തരം കാര്യങ്ങളൊക്കെ വിനയൊന്നും ഇല്ലല്ലോ നമ്മളിൽ. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ കിട്ടേണ്ട സ്വസ്ഥതൊന്നും ഇല്ലാതായി പോയി. വെല്ലിപ്പാര് 95 വയസ്സാകുമ്പോഴും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം വളരെ കെങ്കിമമായിട്ട് കഴിക്കൂലേ, ഒരു കുഴപ്പമില്ല. നല്ല അസൂയപ്പെടാൻ പറ്റുന്ന ആഫിയത്ത്. എന്താ അതിന്റെ കാരണം എന്നറിയോ നിങ്ങള്? ബറക്കത്തും ബഹുമാനവും വിനയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മളെക്കാൾ അവർ എത്രയോ മുൻപന്തിയിലായിരുന്നു. നമ്മൾ ആ സ്റ്റേജ് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തങ്ങൾക്ക് പാത്രത്തിന് വെള്ളം കൊടുത്ത ആ പാത്രം അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ട് കറക്കുക. പാത്രം ഇങ്ങനെ നനവ് കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കറക്കും. ചുണ്ട് തട്ടിയ നനവ് കാണുന്നിടത്ത് ചുണ്ട് വെച്ച് ബാക്കിയുള്ളത് കുടിക്കും. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു അതെ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ കാലത്ത് ഈ വാല് പറഞ്ഞ നമ്മൾ ഡീസന്റിന്റെ ആൾക്കാരല്ലേ. അതാണ് 25-ാം വയസ്സിൽ നിനക്ക് കുമ്പിടാൻ പറ്റാത്തത്, നിസ്കരിക്കാൻ പറ്റാത്തത്, ഒരു സുന്നത്ത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. എന്താ? നിന്റെ ശരീരം മുഴുവനും അനാരോഗ്യം കൊണ്ട് മലിനമായി പോയി. എത്ര പെട്ടെന്ന് ചെറിയ കുരുന്നുകൾക്ക് പോലും കണ്ടില്ലേ നിങ്ങൾ മാരകാസുഖങ്ങള്. ഭക്ഷണത്തോട് കാണിക്കേണ്ട ബഹുമാനവും ബറക്കത്തും ഇല്ലാത്തതാണ് മുഖ്യ കാരണം. സ്വാലിഹീങ്ങളായ ആൾക്കാരെ കൊണ്ട് അവരുടെ ഉമിനീര് അവരുടെ ഉമിനീരല്ലേ നമ്മുടെ കുഞ്ഞിന്റെ അകത്തളത്തിൽ ആദ്യം സ്പർശിക്കേണ്ടത്. അതൊക്കെ തേടി പിടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു പണിയാണ്. അതൊക്കെ അങ്ങ് മലപ്പാടം കൊടുത്താൽ വേണ്ട, നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിനനുസരിച്ചുള്ള ആരോഗ്യമല്ലേ ഉണ്ടാവുള്ളൂ. ആരോഗ്യം ഒരിക്കലും തളരാത്ത നല്ല ആരോഗ്യവാനായ സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്താ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യ രഹസ്യം? സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ച പാത്രത്തിലെ രക്തം ഇബ്നു സുബൈർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതൊന്നും കൊണ്ടേ ഒഴിവാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആരും കാണില്ലല്ലോ നോക്കിയിട്ട് അതാണ് കുടിച്ചു. കാരണം ഇതാരെ രക്തമാണ്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തമാണ്. ഇത് തങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു. തിരിച്ചു വന്നപ്പോ ചോദിച്ചു, അബ്ദുള്ള രക്തം എന്തേ കാട്ടിയെന്ന് വെച്ചു. അതാരും കാണാത്തടത്ത് ഞാൻ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു. കുടിച്ചതാ, കുടിച്ചു എന്ന് പറഞ്ഞപ്പോ തങ്ങള് പറഞ്ഞു, വൈലുൽ ലക മിനന്നാസ് വവൈലുൽ ലിന്നാസി മിൻകാ. എന്റെ രക്തം നിന്റെ രക്തത്തോട് ചേർന്നില്ലേ അബ്ദുള്ള? നിന്നെ തൊടുന്നവരൊക്കെ കുടുങ്ങിപ്പോയി. നിന്നാര് ആക്രമിച്ചാലും തല്ലിയാലും അവർ കുടുങ്ങിപ്പോയി. നീ ആരെ ആക്രമിച്ചാലും തൊട്ടാലും കുടുങ്ങിപ്പോയി. നിന്റെ ശരീരം അല്ലാഹ് നരകത്തിനെ ഹറാമാക്കി പോയി. എന്റെ രക്തം നിന്റെ രക്തത്തോട് കലർന്നു പോയല്ലോ. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളലാത്ത് അത് ത്വഹാറത്താണ് എന്നതിന് പെരുത്ത് തെളിവുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫതുൽ ബാരിയിൽ പറഞ്ഞു, ഫഖത്ത് തകാസറത്തിൽ അദില്ലത്തു അലാ ത്വഹാറത്തി ഫളലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ അത് ത്വഹാറത്താണ്, പരിശുദ്ധിയുള്ളതാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ അധികം വന്നിരിക്കുന്നു. 1ഉം 2ഉം 10ഉമല്ല, ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാഇന്റെ ഏകകണ്ഠമായ അഭിപ്രായം അത് ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു മഹത്വം കിട്ടിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ ബറക്കത്തെടുത്തിട്ട് സ്വഹാബത്തിന് എന്തൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്, എന്തൊരു ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ പാലിക്കേണ്ട ബറക്കത്ത് നമ്മൾ സ്വീകരിക്കണം. അതേ പ്ലേറ്റ് ശരിയായി വടിച്ച് വൃത്തിയാക്കണം. മേശയിൽ പോയ മറ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എടുത്ത് നമ്മൾ ഭക്ഷിക്കണം. ഒരിക്കലും അതിൽ യാതൊരു കുറവും കാണിക്കരുത്. ബാപ്പ കഴിച്ച പാത്രമാണോ അതിൽ ഭക്ഷണം കഴിക്കാൻ മക്കൾ തയ്യാറാകണം. ബാപ്പയല്ലേ നേരത്തെ വന്ന ആള്, നേരത്തെ വന്ന ആൾക്കൊരു ബഹുമാനമില്ലേ? നേരത്തെ വന്ന ആളുകൾ നേരത്തെ പോകുന്നവരും നേരത്തെ ആഖിറത്തിൽ പരിഗണിക്കപ്പെടുന്നവരുമല്ലേ? എന്റെ മുമ്പ് എന്റെ ബാപ്പാക്കല്ലേ പരിഗണന, ബാപ്പാന്റെ മുമ്പ് ബാപ്പാന്റെ ബാപ്പാക്കല്ലേ പരിഗണന? മുന്നിൽ വന്നവർക്ക് മുന്നിൽ പോകാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ നല്ല പരിഗണനയുണ്ടല്ലോ. അപ്പൊ നന്നായി ദിക്റ് ചൊല്ലുന്ന, നിസ്കരിക്കുന്ന, അതേ നല്ല ആബിദായി നടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോടുള്ള ബഹുമാനം കൊണ്ട് മക്കൾ അങ്ങനെ ചെയ്യണം. ഉസ്താദുമാര് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് എല്ലെടുത്ത് അതിൽ നിന്ന് വല്ലതും വലിച്ചു കുടിക്കാനുണ്ടോ എന്ന് കരുതി വലിച്ചു കുടിച്ചതിന്റെ പേരിൽ ഇൽമിന്റെ മധുരം അള്ള കൊടുത്ത് അനുഗ്രഹിച്ച എത്ര ശിഷ്യന്മാരുണ്ട്. അവര് പഠിച്ചിട്ട് മണ്ടയിൽ കയറാത്തവരായിരുന്നു, തീരെ ഗ്രാഹ്യശക്തി ഇല്ലാത്തവരായിരുന്നു. പക്ഷേ ഉസ്താദന്മാരുടെ നാവ്, ആ നാവ് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത് 4-5 കിതാബുകൾ ഓതിക്കൊടുത്ത നാവാണ്. ആ കിതാബുകളിൽ കനപ്പെട്ട മഹാന്മാർ എഴുതി വെച്ച ഇൽമിന്റെ ഭണ്ഡാരമല്ലേ കെട്ടയിച്ചു കൊടുത്തത്. അതിൽ ആ നാവിൽ തട്ടിയ എല്ല്, ആ നാവിൽ തട്ടിയ മുള്ള് അതെടുത്തൊന്ന് വലിച്ചൂറ്റി കുടിക്കുമ്പോഴേക്ക് എന്താ സഹോദരങ്ങളെ ശരീരത്തിലേക്ക് പകരുന്നത്, എന്താണ് ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നത്? അതിന്റെ എനർജി അളക്കാൻ പറ്റുമോ? അതിന്റെ ബറക്കത്ത് തൂക്കാൻ പറ്റുമോ? അത് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? എത്ര അധികമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് നല്ല വിനയം കാണിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണത്തോട് കാണിച്ച വിനയം, നമ്മളൊരു നിലക്കും ഭക്ഷണത്തെ വേസ്റ്റാക്കുന്നവരാകരുത്. ഇഷ്ടം പോലെ അല്ലാഹു തആല തന്നതിന് നമ്മൾ ശുക്ർ കാണിക്കുന്നവരാകണം. അതേ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മിച്ചമുണ്ടോ, നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ടോ, ചോദിക്കാതെ തന്നെ അയൽക്കാരെ വീട്ടിലേക്ക് കൊടുത്തേക്കണം. അതവിടെ വെച്ചാൽ ഇന്ന് രാത്രി അവിടെ കൊടുത്തയച്ചാൽ അതാരെങ്കിലും ഭക്ഷിക്കും. നാളെ രാവിലെ ആകുമ്പോഴേക്ക് അതിന് പുളിപ്പ് വരും, രുചി മാറും, നിറം മാറും. അപ്പൊ പിന്നെ കൊടുത്തയക്കുന്ന ഒരു ബഹുമാനക്കേടായി പോകും. ഇന്നെ കൊടുത്തയച്ചാലോ അൽഹംദുലില്ലാഹ്, അയൽപക്കത്തെ ഭക്ഷണം വന്നല്ലോ, നല്ല രുചിയുണ്ട്, അൽഹംദുലില്ലാഹ്. അവരാ പറയുന്ന അൽഹംദുലില്ലാഹ് എന്നതിന്റെ കനവും കട്ടിയും അല്ലാഹു നമുക്ക് കണക്കാക്കി തരുന്നത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റൂല. അവരെ പറയുന്ന ദുആഇന്റെ വചനം എത്രയോ വലുപ്പമേറിയതാണ്. സംഭാവന ബക്കറ്റ്, സ്വതക്കന്റെ ബക്കറ്റ് എന്നാണ് അതിന് പറയാം. സംഭാവന ബക്കറ്റ് എന്നാണ് കുറവുണ്ടാക്കുന്നത്. എല്ലാവരും നല്ല സംഭാവന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തതുപോലെ തന്നെ ഇതിലേറെ കൊടുത്താലും സന്തോഷമാണ്. നല്ല സംഭാവനകളൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ മജ്‌ലിസിന്റെ ഉദ്ഘാടനത്തിന് നല്ല സ്റ്റാൻഡ് കണ്ടില്ലേ. പൂർവ്വ വിദ്യാർത്ഥികളെ വക അള്ളാഹു അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ജോലിയെടുക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ദീനിന്റെ ഖാദിമികളായ അള്ളാഹു തആല അവരെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നല്ല കരുത്തവർക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ശേഷം നമ്മുടെ കൂടെയും ദീനിന്റെ ഖിദ്മത്തിൽ സഹകരിക്കാനുള്ള നല്ല കഴിവ് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ഇത് വലിയൊരു സന്തോഷം. ഇത് ഏത് കാലത്തും സ്മരിക്കപ്പെടുമല്ലോ. ഇത് കുറെ കാലം നിൽക്കില്ലേ. എത്ര ആളുകൾ ഇതിൽ ചാരി നിന്ന് സ്വലാത്തെല്ലുമ്പോഴും വഅദ് പറയുമ്പോഴും വലിയ ഗുണം കിട്ടൂലേ. അങ്ങനെ തന്നെയല്ലേ നോക്കി നിങ്ങൾ. ഞാൻ ആദ്യം വഅദ് പറയാൻ വന്നപ്പോ ഈ ഷീറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ട്, ഷീറ്റ് ഉണ്ട്. അതിന്റെ മുമ്പില്ല. ഏതായാലും നല്ല ഭംഗിയുണ്ട്. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. പേടിയൊന്നും ഇല്ലാതിരിക്കാതെ നല്ല സന്തോഷത്തോടെ, തലേക്ക് പൊളിഞ്ഞോടൊന്നുമില്ല, നല്ല സംഖ്യക്കാണ് ഇത് കെട്ടിണ്ടാക്കിയത്. ചെറിയ പണിയൊന്നുമല്ല, വലിയ പണിയാണ്. മദ്രസക്കാണെങ്കിലോ വലിയൊരു ഭംഗിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മദ്രസന്റെ മുറ്റമൊക്കെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നമ്മളെ മുറ്റത്തിനേക്കാളും നല്ല സന്തോഷമുള്ള മുറ്റാകണം. അങ്ങനെ തന്നെ പള്ളി മുറ്റും മദ്രസ മുറ്റൊക്കെ അങ്ങനെ തന്നെ. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞല്ലോ, നമ്മളെ മുറ്റവും നമ്മളെ പിന്നെ കോലായും നമ്മുടെ സിറ്റൗട്ടൊക്കെ നല്ല ബംഗ്ലാവ് പോലെ
പള്ളിക്കും മദ്രസക്കും കയറുമ്പോ ഒരു മോശം തോന്നുക, അതൊരു കുറവന്നല്ലേ. ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ അതിനും കൊടുക്കണ്ടേ ഒരു പുതുമ, അതിന് സന്തോഷം കൊടുക്കണ്ടേ. പഴയ കാലത്ത് നമ്മളെ ഉപ്പാപ്പാരെ വീടുകളൊക്കെ നല്ല ഓലമേഞ്ഞ മരം കൊണ്ട് മുറിഞ്ഞ, അപ്പൊ ഇത് മുന്തിയ മരം പള്ളിയിലുണ്ടാവും. മുന്തിയ മരം കൊണ്ടായിരിക്കും പള്ളിയിലെ മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ആ മരം നോക്കിയാൽ ആളുകൾ ഇങ്ങനെ നോക്കിപ്പോകും. വല്ലാത്തൊരു പണിയാട്ടോ, വല്ലാത്തൊരു സംഭവമാണ്. ഇന്നിപ്പോ പൊന്നാനി പള്ളിന്റെ മേൽക്കൂര പോയി നോക്കിയാൽ ആൾക്കാർ അജബോടെ നോക്കും. എന്തൊരു മര അത്, പടച്ചോനെ, എന്തൊരു മര, എന്തൊരു പണിയാണ് കൊത്തുപണി എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ കൊത്തുപണി എടുക്കാൻ പറ്റുന്ന ആളുണ്ടാകുമോ നോക്കിപ്പോ. അങ്ങനെയല്ല, അത് അന്നത്തെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോ വലിയ സൗന്ദര്യമാണ്. അപ്പൊ ഇന്ന് അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് സൗന്ദര്യപ്പെടുത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല വിനയം കാണിക്കണം. അതേപോലെ തന്നെ പുരുഷന്മാര്, നമ്മളെല്ലാവരും വീട്ടിലെത്തിയാൽ കഴിവിന്റെ പരമാവധി വീട്ടുജോലികളിൽ ഏർപ്പെടുന്നത് വിനയമാണ്. തങ്ങളെ വിനയം കണ്ടോ, വലം യകുൻ യന്തഖിമു ലിനഫ്സിഹി ഖത്തു, ഒരിക്കലും ഒരാളോടും സ്വന്തത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഭാര്യ അലക്കിയിട്ടുണ്ട്, അലക്കിയത് ഉണങ്ങാൻ വൈകിട്ടുണ്ട്, ചൂടായി പോകരുത്. അലക്കിയത് ഇസ്തിരി ഇടാൻ സമയം കിട്ടിയിട്ടില്ല, ചൂടായി പോകരുത്. നമ്മൾ സഹകരിച്ചു കൊടുക്കണം. തങ്ങൾക്ക് സ്വന്തത്തിന് കിട്ടാത്ത ഒരു വിഷയത്തിലും ഒരാളോടും ഒരിക്കൽ പോലും പ്രതികാരം വീട്ടിയിട്ടില്ല. സ്വന്തം ഒരാവശ്യം നടക്കാത്തതിന്റെ പേരിൽ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരാളോടും നീ എങ്ങനെ ചെയ്തു തരാതിരുന്നത് എന്ന് തങ്ങൾ ചോദിച്ചിട്ടില്ല. അതവിടുത്തെ വല്ലാത്ത വിനയമാണ്. അവിടുന്ന് ചെരുപ്പ് തുന്നുമായിരുന്നു. എന്തൊരു വിനയമാണ്! ചെരുപ്പ് തുന്നുകയോ, ചെരുപ്പ് തുന്നുക, അതേ സൂചിയും നൂലും വെച്ച് ചെരുപ്പ് തുന്നുക, അത് അങ്ങാടിയിൽ കൊണ്ടുപോകലല്ല, തങ്ങൾ സ്വന്തം കൈകൊണ്ട് തുന്നുകയാണ്. വസ്ത്രത്തിന്റെ ഭാഗത്ത് ഓട്ട വന്നത് മറ്റൊരു വസ്ത്രത്തിന്റെ കഷ്ണം വെച്ചിട്ട് തങ്ങളത് തുന്നിപ്പിടിപ്പിക്കുമായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടി ആടിനെ കറന്നു കൊടുക്കുമായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആടിനെ കറന്നു കൊടുത്ത് പാല് കൊടുക്കുക പുരക്കാർക്ക്. 9 വീട്ടിലേക്കും പാല് കറന്നു കൊടുക്കുക. അതെന്തൊരു സന്തോഷമാണ്! ഇത് നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയാല് എല്ലാത്തിനും മൂപ്പത്തിയരെ ഉണ്ടാകുള്ളൂ. മൂപ്പരാക്ക് അവിടെ അങ്ങനെ ജോറായിട്ട് അവിടെ അങ്ങനെ ഉണ്ട്. നമ്മളതിലൊക്കെ കുറച്ച് മുൻപന്തിയില്, നമുക്ക് കുറച്ച് വിനയം നല്ലോണം വേണം ഈ സഹകരിക്കുന്നതില്. വയാലിഫുൽ ബഈറ, ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കുമായിരുന്നു. പുല്ല് കൊണ്ടുവന്നിട്ട്, പുല്ല് വിലക്ക് വാങ്ങിയിട്ടും അരിഞ്ഞുകൊണ്ട് വന്നിട്ടും ഒട്ടകത്തിന് തീറ്റ കൊടുക്കാണ്. വയകുലു മൽ ഖാദിമീ, ഖിദ്മത്തെടുക്കുന്ന സ്വഹാബിയോടൊപ്പം തങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. വീട്ടുജോലിക്ക് വന്ന വേലക്കാരനുണ്ടോ? പറമ്പിൽ ജോലിക്ക് വന്ന ആളുണ്ടോ? നമ്മളും അയാളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. എന്തിനാണെന്നറിയോ? അയാളെ മനസ്സിന് നല്ല സന്തോഷം കിട്ടാനാണ് നമ്മളോട് അയാളൊപ്പം ഭക്ഷണം കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ലേ മഹാന്മാരായ സാദാത്തുക്കൾ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മൗലിദ് കഴിഞ്ഞാൽ അവസാനത്തെ റൗണ്ടിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുക. ആ റൗണ്ടിൽ ആരാണ്ടാകുക? ഭക്ഷണം കൊടുത്തവര്, ഭക്ഷണം ഉണ്ടാക്കിയവര്, അവരൊക്കെ കൂടി അതിന് കാത്തിരിക്കല. ഒരാൾക്കാർ മത്സരിക്കലാണ്. കാരണം തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ചാൻസ് കിട്ടില്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഖിദ്മത്തിൽ അവിടെ കൂടും. എല്ലാരും ഭക്ഷണം കഴിക്കുക എന്നാ വരീന്ന് പറയും. അപ്പൊ ഇവര് ഒരു 10, 25, 30 ആളുകൾ ഉണ്ടാവും. അവരോടൊപ്പം തങ്ങൾ ഭക്ഷണം കഴിക്കും. അത് നേരെ എത്ര ആയാലും അത് വലിയ ഒരു സന്തോഷം. മുത്തല്ലിമീങ്ങൾ വന്നാൽ മുത്തല്ലിമീങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം കാത്തു കഴിയും. അന്നേരം ഉസ്താദ് അവർകളും അങ്ങനെ തന്നെ. അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുത്തല്ലിമീങ്ങൾ വന്നോന്ന് ചോദിക്കും. ചിലപ്പോ ഉച്ചക്കെപ്പോയോ ഭക്ഷണം കഴിച്ചതായിരിക്കും. പ്രായത്രയില് മുത്തല്ലിമീങ്ങൾ വന്നോ? അവര് വരാനായി. പിന്നെ ചിലപ്പോ 10 മിനിറ്റ് ചോദിക്കുക, ഇനി എത്തിയില്ലേ? അതാ എത്തി. എന്നാ വേഗം ഭക്ഷണം എടുത്തിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാം. വിനയം കുറവുള്ള ആൾക്കാർ മുലറ്റിക്ക് ചോറെടുത്ത് വേഗം വിട്ടാൽ നമുക്ക് പിന്നെ കഴിക്കാം. അതല്ല വിനയം. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അതാണ് വിനയം. വീട്ടിൽ വന്ന ലൈഫിന്റെ കൂടെ ഭക്ഷണം കഴിക്കുക നല്ല വിനയമാണ്. അതിഥിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തങ്ങളും ഒപ്പം ഭക്ഷണം കഴിക്കും. കാരണം ആ അതിഥിയോടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സദസ്സിൽ തന്നെ വലിയ ബർക്കത്തുണ്ട്. അതൊരു വിനയമാണ്.
അതിഥിയോടൊപ്പം ഭക്ഷണം കഴിക്കണം. അത് ചെറിയ അതിഥിയാണെങ്കിലും വലിയ അതിഥിയാണെങ്കിലും ഒക്കെ നമ്മൾ അതിന് നേരം കാണണം. വീട്ടിലേക്കൊരു കൂട്ടുകാരൻ വന്നു. അപ്പൊ അയാൾക്ക് സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മളെ കൂട്ടുകാരനല്ലേ, നമ്മൾ അയാളോടുകൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കൊടുക്കുന്നതാണ് വലിയ സന്തോഷം. അപ്പൊ നല്ല റാഹത്തോടെ അയാൾ ഭക്ഷണം കഴിക്കും. നിങ്ങൾ എന്റെ കൂടെ ഇരുന്നോണ്ടേ എനിക്ക് ഭക്ഷണം എത്ര കഴിച്ചതെന്ന് അറിഞ്ഞില്ല, ഞാൻ നല്ല സന്തോഷത്തോടെ കഴിച്ചു. അപ്പൊ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ഭക്ഷണം നല്ല റാഹത്തോടെ നിങ്ങൾ കഴിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം. നമ്മളും ആ കൂടെ ഇരുന്ന് കൊടുക്കുമ്പോ ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരിയുടെ മനസ്സിന് വലിയ സന്തോഷമാണ്. അവരെ ഒറ്റക്കിരുത്താതെ, ചിലപ്പം പെങ്ങന്മാരെ കുട്ടികള്, പെങ്ങന്മാര് മറ്റൊക്കെ സൽക്കാരത്തിന് വരും, അല്ലെങ്കിൽ വിരുന്നിന് വരും. ഭക്ഷണം കഴിക്കാൻ നേരത്താകുമ്പോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കണം. അത് വലിയ സന്തോഷമാണ്. എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോ ഭാര്യ മക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക വലിയ ബറക്കത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ നേരം കിട്ടിയാൽ അതിന് ഉപയോഗപ്പെടുത്തും. എന്നാ ഭക്ഷണം കഴിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ചൊരു മേശക്ക് ചുറ്റും ഭക്ഷണം കഴിച്ചാൽ എത്ര വലിയ ബർക്കത്താന്നറിയോ? ഭക്ഷണം എത്ര ഉണ്ടായിട്ടും തികയാത്ത സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ഓരോരുത്തർ ഓരോ ഭാഗത്ത് പോയി കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാ തികയാത്ത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും, അപ്പൊ ഫുള്ള് തികയും. അങ്ങനെ ഒരുമിച്ചിരുന്ന് സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ ഭക്ഷണം ബാക്കി. മറ്റേത് ഓരോരുത്തർ കഴിക്കുമ്പോൾ ഭക്ഷണം തികയുന്നില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിട്ടുപിരിഞ്ഞ് ഓരോരുത്തർ സ്വന്തം കഴിച്ചിട്ടാണ്, നിങ്ങൾ ഒരുമിച്ച് കഴിച്ചു നോക്കൂ, അള്ളാഹു അതിന് വലിയ ബർക്കത്ത് തരും. അങ്ങനെ ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാപ്പ ഭക്ഷണം കഴിക്കുന്നത്, ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നത് ഭാര്യക്ക് കാണാം, രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് മക്കൾക്ക് പകർത്താം. കുട്ടി ഭക്ഷണം കഴിക്കുമ്പോ മോനെ എങ്ങനെ നോക്ക്, അമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, ബാപ്പ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, വല്യപ്പ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, വല്യമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് അവർ പഠിക്കുന്ന പാഠമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാഠം. അതുകൊണ്ടല്ലേ മക്കള് നിസ്കാരം പഠിക്കുന്ന എവിടുന്ന? ബാപ്പാന്റെ ഉമ്മാന്റെ കൂടെ നിന്നിട്ടാണ്. നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ കുട്ടി വന്നിങ്ങനെ നിൽക്കുമ്പോ ഒന്ന് വലത്തും തിരിഞ്ഞു നോക്കിയാൽ ആ കുട്ടി എല്ലാ നിസ്കാരത്തിനും തിരിഞ്ഞു നോക്കും. അതുകൊണ്ടാണ് ഈ 8ഉം 8ഉം തിരിയാത്ത 2-3 വയസ്സായ കുട്ടികളൊക്കെ വന്ന് ആണ് കൈയിട്ടു. ചിലപ്പോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, കൈയിട്ടു. കൈ കെട്ടിയിട്ട് ഉമ്മ റുക്കു പോകുമ്പോ കുട്ടി ഇങ്ങനെ പോയി നിൽക്കും. ഇത് റുക്കു കുട്ടിക്കറിയോ? പിന്നെ കൈ ഉയർത്തുമ്പോ കുട്ടി നോക്കും, ഇപ്പൊ എന്താ ആയത്, ഇപ്പൊ എങ്ങനെ എണീറ്റല്ലോ, അതിന്റെ ഇടക്കൊന്നും കണ്ടില്ലല്ലോ. പിന്നെ അടുത്ത റക്കാത്തിൽ കുട്ടി നോക്കുകയാണ്, അപ്പൊ കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. അപ്പൊ കുട്ടി ഉയർത്തി. വയസ്സ് 2 വയസ്സ് 3 വയസ്സേ ആയിട്ടുള്ളൂ. സുജൂദ് പോയപ്പോ സുജൂദിലും അങ്ങനെ പോയി. സുജൂദിൽ എങ്ങനെ ഉമ്മ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു കുട്ടി നെറ്റി തിരിച്ചു നോക്കാം. അപ്പൊ ഉമ്മ നെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്, നെറ്റി ഒരേ രൂപത്തിലാണ് വെക്കുന്നത്. അപ്പൊ പിന്നെ കുട്ടിക്ക് അത് കൂടുതൽ സഹിക്കൂലല്ലോ, കാരണം ആയിട്ടില്ലല്ലോ. അപ്പൊ കുട്ടി കുറച്ചു നേരം വെക്കുക. അത്തഹിയ്യാത്തിലിരിക്കുന്ന ഉമ്മ വിരലിങ്ങനെ പൊന്തിച്ചപ്പോ കുട്ടി കുറെ നേരം ഈ വിരലിങ്ങനെ മടക്കി ചുറ്റൊക്കെ നോക്കി. എന്നാലും ഈ വിരലിങ്ങനെ തന്നെ ആവും. അങ്ങനെ ആവൂല. അങ്ങനെ കുറെ ഫിലാമാർ അങ്ങനല്ല. ഇത് വിരലിങ്ങനെ ഒരേ ദിശയിലേക്ക് തന്നെ ആ വിരലിങ്ങനെ വെക്കാറ്, ഒരേ കുറച്ച് താഴ്ത്തിയിട്ട് ആ വിരലിങ്ങനെ വെക്കും, അതിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ എങ്ങനായാലും ഈ ഇരുത്തം ഇരുന്നാ പിന്നെ ഈ വിരലിങ്ങനെ പൊക്കണം എന്നുള്ള ആ ഒരു അറിവ് മനസ്സിലാക്കി. അതെങ്ങനെയാണെങ്കിലോ അപ്പൊ കുട്ടികൾക്ക് നല്ല ഹരണ്ടാ, വിരലിങ്ങനെ ഇളകുണ്ടല്ലോ, കുട്ടികളിങ്ങനെ കണക്കാക്കണേ. അതങ്ങനെ ഒരേ നൃത്തം നിൽക്കുമ്പോ ആ കുട്ടി അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ ഇരുന്ന ഉടനെ തന്നെ എങ്ങനെയാണ് അതാ പഠിക്കാൻ. ഈ പഠിക്കാൻ, കൂടെ നിന്ന് പഠിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് അവർ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നത്. കൂടെ ഇരുത്തണം, മക്കളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോ എത്രയോ കുട്ടികൾ അങ്ങനെ ഓടി വന്ന് കൂടെ ഇരുന്നുണ്ട്. ഒരാളെയും തങ്ങൾ അകറ്റിയില്ല. ഒന്നിനെ അവിടെ ഇരുത്തും, ഒന്നിനെ ഇവിടെ ഇരുത്തും, ഒന്നിനെ മറ്റോടത്തിരുത്തും. നേരെ കുട്ടികളായിരിക്കും ചിലപ്പോൾ. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആ സമയത്ത് പഠിപ്പിക്കും. ചെറുപ്പത്തിൽ തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച സ്വഹാബി വലുപ്പത്തിൽ പറയാണ്, ഞാൻ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് എന്താ സ്വഭാവം ഉണ്ടാകാം? 2 കൈ കൊണ്ട് മരിക്കും. അവർക്കറിയില്ലല്ലോ. അപ്പൊ തങ്ങൾ ആദ്യം പറഞ്ഞു, സമ്മില്ലാ മോനെ, ബിസ്മിയൊല്ല് ബിസ്മിയൊല്ല്. 2 കൈ കൊണ്ട് എടുക്കുമ്പോ തങ്ങൾ പറഞ്ഞു, കുൽബിയമീനിക്ക്, വലത്തെ കൈ കൊണ്ടെടുത്ത് ഭക്ഷിക്കണം. പിന്നെ കുട്ടി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടുത്തതും ഇവിടുത്തെ ഒക്കെ നീന്തി എടുക്കുകയാണ്. കുൽ മിമ്മാ യലീക്ക്, അടുത്തുള്ള പാത്രത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കണം. ഇത് പ്രധാനപ്പെട്ട 3 വശങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച ആ പഠനം ഇന്നും ഞാൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു.
പ്രായം കൂടുതലായിട്ട് സ്വഹാബിമാര് പറയുകയാണ്, കാരണം കുട്ടിക്കാലത്ത് അവർക്ക് നൽകിയ സന്ദേശമാണിത്. അപ്പൊ ഖാദിമീങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കും. വൈജാലിസുൽ മസാക്കീൻ, ലോകത്തിന്റെ നേതാവാണ്, മിസ്കീന്മാരോട് കൂടെ തങ്ങൾ ഇരിക്കും, പാവങ്ങളോട് കൂടെ ഇരിക്കും. അവരൊരു പക്ഷേ ധരിക്കാനുള്ള കുപ്പായം അവർക്കുണ്ടാകൂല, തലയിൽ തട്ടമിടാനുണ്ടാകൂല, ഒരു തുണി മാത്രമേ ഉണ്ടാകൂ. എത്രയോ സ്വഹാബത്തിന് അങ്ങനെ കണ്ടവരില്ലേ? ലഖദ് അദ്റക്തു 70 മിന സ്വഹാബ, 70 ചില്ലാനം സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവർക്കെല്ലാവർക്കും അതേ തട്ടവും കുപ്പായവും ഒരുമിച്ചുള്ള ആളുകളെ കണ്ടിട്ടില്ല. കുപ്പായത്തിന് പകരം ചിലപ്പോ തട്ടം ഒരുമിച്ചായിരിക്കും, ചിലർക്കോ ഇസാറ് മാത്രമായിരിക്കും, മരയെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ പാവങ്ങളാണ്. അവരോടൊപ്പം തങ്ങൾ ഇരിക്കും, ഇരുന്നിട്ട് തങ്ങൾ അവരോട് സംസാരിക്കും. വയംശി മഅൽ അർമലത്തി വല്ലതീം, ആവശ്യങ്ങൾക്ക് വേണ്ടി വിധവകളോടൊപ്പം തങ്ങൾ നടന്നു പോകും. അവരാവശ്യം തങ്ങൾ വീട്ടിൽ കൊടുക്കും. വയബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം, കാണുന്നവരോട് ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് വിനയമാണ്. ആദ്യം സലാം പറയുന്നവന് വിനയമുണ്ട്. സത്യത്തിൽ നിങ്ങൾ നോക്ക്, സലാം പറയുന്നത് സുന്നത്തും മടക്കുന്നത് നിർബന്ധമല്ലേ? പക്ഷേ കൂലി കൂടുതലുള്ളത് ഏതിനാണ്? സലാം പറയുന്നതിനാണ്, സലാം തുടങ്ങുന്നതിനാണ്. ഇന്ന ഔലന്നാസി മൻ ബദഅഹും ബിസ്സലാം, അല്ലാഹുവിനോട് ഏറ്റവും ബന്ധപ്പെട്ടവര് സലാം തുടങ്ങുന്നവരാരാണോ അവരാണ്. കാരണം അവർക്കാണ് നല്ല വിനയമുള്ളത്. ആദ്യം പറയുന്നവർക്ക് വലിയ വിനയമാണ്. തങ്ങളുടെ സ്വഭാവം എപ്പോഴും അതാണ്. ആര് ക്ഷണിച്ചാലും ക്ഷണത്തിന് തങ്ങൾ ഉത്തരം ചെയ്യുന്നു. വലൗ ഇലാ ഐസരി ഷൈഇൻ, അതൊരു ചെറിയ സദ്യയാണെങ്കിലും തങ്ങൾ പോയി കൊടുക്കുന്നു, ഒരു സന്തോഷമുണ്ടാകാൻ. ഇനി അവിടെ ഭക്ഷണം ഒന്നില്ലെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ തങ്ങളൊന്ന് പോയി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആരോടും അവിടുന്ന് വിനയത്തോടെ സംസാരിക്കും, വിനയത്തോടെ തങ്ങൾ പ്രതികരിക്കും, നല്ല മനസ്സോടെ തങ്ങൾ പ്രതികരിക്കും. ഏതൊരു കാര്യത്തെയും നേരിടുന്നത് റഹ്മത്തോടു കൂടെയാണ്. അവരെ ഭാഗത്ത് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ഉടനത് പരിഹരിച്ചു കൊടുക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കണ്ടപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തോൽപാത്രം ചുമന്നു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മഹാനവറുകൾ രാജ്യം ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീനാണ്, രാജ്യത്തെ നേതാവാണ്, ഭരണാധികാരിയാണ്. തോളിൽ വലിയ തോൽപാത്രത്തിന് വെള്ളമേറ്റി കൊണ്ടുപോകുമ്പോ ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ലാ യംബഗി ലക ഹാദാ, ഓ നേതാവേ, നിങ്ങൾക്കിത് പറ്റിയ പണിയല്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ അതാനിൽ വുഫൂദു സാമിഈന മുത്തിഈന, കുറേ നിവേദക സംഘങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോ എന്റെ മനസ്സിൽ അവരോടൊപ്പം ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചപ്പോ എനിക്കൊരു ഉയർച്ച തോന്നിപ്പോയി. അങ്ങനെ ഒരു ഉയർച്ച എനിക്ക് വരാൻ പാടില്ലല്ലോ. അത് പൊട്ടിച്ച് കളയാൻ വേണ്ടി കുറച്ച് വെള്ളയേറ്റി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിനയം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, നബി തങ്ങളുടെ പേരക്കുട്ടിയാണ്. എന്താണ് അവരെ വിനയം? കുട്ടികൾ ഇരിക്കുന്ന ഒരു സദസ്സാണ്. അതോടുകൂടെ ആ സദസ്സിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അവരെ ഓരോരുത്തരുടെയും കയ്യിൽ റൊട്ടി കഷ്ണങ്ങളാണുള്ളത്. മഹാനവറുകളെ വിളിച്ചു. മഹാനവറുകൾ വാഹനത്തിൽ സഞ്ചരിക്കാണ്. കുട്ടികളല്ലേ വിളിച്ചത് എന്ന് കരുതിയിട്ട് പരിഗണിക്കാതിരുന്നോ? ഇല്ല. വാഹനത്തിൽ നിന്നിറങ്ങി അവരൊരു റൊട്ടി കഷ്ണം കൊടുത്തു. അത് കൂട്ടത്തിലിരുന്ന് ഭക്ഷിച്ചു. ഈ കഷ്ണം തിന്നാനാ ഞാൻ വന്ന് ചോദിച്ചില്ല. നിങ്ങളിപ്പോ ഒരു റൊട്ടിന്റെ കഷ്ണം തരാനാ എന്നെ വിളിച്ചത്? അതല്ല. അവരെന്താണോ അവിടെ ഭക്ഷിക്കുന്ന റൊട്ടി കഷ്ണല്ലേ, അത് തൃപ്തിപ്പെട്ട് ആ കുട്ടികളോടുകൂടെ ഭക്ഷണം കഴിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അത് വലിയ സന്തോഷം. ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, വേറെയും കിട്ടും. പക്ഷെ കുട്ടികൾ അങ്ങനെ വരി എന്നാണ് സൽക്കരിച്ചു. അവരൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ കുട്ടികൾക്ക് ഒന്ന് സൽക്കരിക്കണം തോന്നി. മഹാനവറുകൾ വാഹനത്തിൽ നിന്നിറങ്ങി. എന്താ സൽക്കരിക്കാൻ കിട്ടിയത്? ഒരു റൊട്ടിന്റെ കഷ്ണം. അതായിക്കോട്ടെ, ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടാത്തോണ്ടൊന്നല്ല, കുട്ടികളോടൊപ്പം അവര് സദ്യക്ക് ക്ഷണിച്ചപ്പോ ഒന്ന് കൂടെ നിന്ന് കൊടുത്ത് ഭക്ഷണം കഴിച്ചു.
അത് വല്ലാത്ത വിനയമാണ്. അതേ രൂപത്തിൽ തന്നെ ഏറ്റവും വലിയ വിനയമാണ് മഹാന്മാർ പഠിപ്പിച്ചു. ഒരാൾ നിന്നോട് എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തു, എന്നിട്ട് അയാൾ കാരണം ബോധിപ്പിച്ച് നിന്റെ അടുത്തേക്ക് വന്നു. എന്താണ് വിനയം? അയാളെ കാരണം നീ സ്വീകരിക്കണം. സത്യത്തിൽ അത് ഹക്കാകട്ടെ ബാത്തിലാകട്ടെ, അയാൾ കാരണം ബോധിപ്പിക്കാണ്. നിനക്കറിയൂല അയാൾ പറഞ്ഞ സത്യാണോ അല്ലേ. അയാൾ വന്ന് പറഞ്ഞു നിന്നോട് കുറ്റബോധം ഏറ്റു പറയുകയാണ്. അവിടെ വിനയം എന്താണെന്നറിയോ? സ്വീകരിച്ച് മാപ്പ് കൊടുക്കലാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നുണ്ട് അയാൾ കുറ്റക്കാരനാണ്, എന്നാലും നിന്റെ വിനയം എന്താണ്? മാപ്പ് കൊടുക്കലാണ്. രഹസ്യം അല്ലാഹുവിലേക്ക് വിടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വിനയം അങ്ങനെയല്ലേ? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മുനാഫിക്കുകൾ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നിരുന്നപ്പോ മുനാഫിക്കുകൾ ഓരോരുത്തർ ഇങ്ങനെ വരികയാണ്. എന്നിട്ടിങ്ങനെ പറയാം, നബിയെ ഭാര്യക്ക് സുഖല്ലേ? എന്നാ ശരി പോയിക്കോ, ഒട്ടകം പ്രസവിക്കാനായി ഉമ്മാന്റെ സമ്മതം നേർക്ക് കിട്ടാത്തോണ്ട് വരാമെന്ന. സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ കളവാ. പക്ഷേ അവരങ്ങനെ ഒരു കാരണം പറഞ്ഞല്ലോ എന്നോട്. ഇനി ഞാനത് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട, അത് മതി. എന്നാ ശരി പോയിക്കോട്ടെ. അവരെ രഹസ്യങ്ങൾ അള്ളാഹുവിലേക്ക് വിടാം. അവര് ഈ പറഞ്ഞത് മതി, അതങ്ങനെ സ്വീകരിച്ചു. ഓരോ രഹസ്യങ്ങൾ അള്ളാഹുവിലേക്ക് വിട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് സത്യം ചെയ്തിട്ട് അവരിങ്ങനെ പൊള്ളു പറഞ്ഞപ്പോ അള്ളാഹു തആല പുറത്താക്കി. അള്ളാഹു ആ രഹസ്യം പുറത്തു വിട്ടു. കാരണം ഈ കളവ് അവരോട് പറഞ്ഞു സാധാ ആളോടല്ല. ആരോടാണ് അവർ കളവ് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങളത് പറഞ്ഞു, എടുത്തു പറഞ്ഞു. യതദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം ഖുൽ ലാ തഅതദിറൂ ലൻ നുഅ്മിന ലക്കും വഖദ് നബ്ബഅന അല്ലാഹു ബിഅഖ്ബാരിക്കും. നബിയേ, തങ്ങൾ മടങ്ങി വന്നാൽ അവർ ഇനിയും കാരണം പറയും. ഇനി അവർ കാരണം പറയാൻ വരുമ്പോ തങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങൾ കാരണം ഒന്നും പറയണ്ട, നിങ്ങളെ വിശ്വസിക്കൂല. കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് അത്ര വലിയ കളവാണ്. തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് നുണ പറയും. അള്ളാഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. തൃപ്തിപ്പെടുത്താൻ ഏറ്റവും ബന്ധപ്പെട്ടത് അള്ളാഹും റസൂലുമാണ്. മുഅ്മിനീങ്ങളെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ നടന്നിട്ട് സത്യം ചെയ്തിട്ട് കള്ളം പറയും, സത്യം ചെയ്തിട്ട് നുണ പറയും. എന്തിന്? അവരെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി. അവരെ സ്വീകാര്യതയല്ലല്ലോ വലിയ സ്വീകാര്യത, അവരെ പൊരുത്തമല്ലല്ലോ വലിയ പൊരുത്തം. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. എന്നാലും സഹോദരങ്ങളെ, കാരണം ബോധിപ്പിക്കാൻ വേണ്ടി ഒരാൾ വന്നാല് ഏറ്റവും വലിയ മാന്യത, ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ വിനയം അത് സ്വീകരിക്കലാണ്. പറയുന്നത് നേരാവട്ടെ നേരാവാതിരിക്കട്ടെ. തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ ആളുകൾ ഒന്നും രണ്ടുമല്ല, 80 ചില്ലാനം ആളുകൾ അങ്ങനെ വന്ന് കാരണം ബോധിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ തങ്ങൾ സ്വീകരിച്ച് വിട്ടതാണ്. ശരി ശരി എന്ന് പറഞ്ഞു. അവരങ്ങ് വിട്ടതാണ്, അവരെ ഒഴിവാക്കി വിട്ടു. ഒരാളെയും അന്വേഷിക്കാനോ ചിക്കി ചികഞ്ഞ് അന്വേഷിച്ച് ചോദിക്കാനോ തങ്ങൾ പുറപ്പെട്ടില്ല. വലിയ വിനയമുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, അത് വലിയ വിനയമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, സയ്യിദന്മാരെ ബഹുമാനിക്കും. ഇത് ഇന്നൊന്നും ഇന്നലെയും ലോകത്ത് വന്നതല്ല. വലിയ പണ്ഡിതന്മാരെ ബഹുമാനിക്കും. പണ്ഡിതന്മാരെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനാണ് സ്വഹാബിമാരിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എല്ലാ സ്വഹാബിമാരും ബഹുമാനിക്കുന്ന മഹാനാണ്. എന്താ കാരണം എന്നറിയോ? ഒരു വഹി വന്നാൽ നബി തങ്ങൾ നേരെ വിളിക്കുന്ന ഒരു വിളിയാണ് സെയ്ദേ എന്നുള്ള വിളി. വഹി എഴുതി വെക്കാൻ വേണ്ടി. അത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു മേൽവിലാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുർആന്റെ ആദ്യത്തെ ക്രോഡീകരണം നടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സെയ്ദ് അവരോട് പറഞ്ഞു, സെയ്ദേ നിങ്ങൾ എന്നെ പോലെയല്ല. സിദ്ദീഖ് നിങ്ങൾ പറയാം, നിങ്ങൾ എന്നെ പോലെയല്ല, വലിയ ഭാഗ്യവാനാണ്. കാരണം ഇന്നക കാത്തിബുൽ വഹി, നിങ്ങൾ വഹി എഴുതി വെക്കുന്ന ആളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതി തരുന്ന ഖുർആനിന്റെ സൂക്തങ്ങൾ എഴുതി വെക്കാൻ ഭാഗ്യം കിട്ടിയ ആളാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം. ആ അഭിപ്രായം വന്നപ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മല പൊക്കിക്കൊണ്ടുവരാ നിങ്ങൾ പറഞ്ഞാൽ ഇതിനേക്കാളും എളുപ്പം അതാണ്. ഖുർആൻ ക്രോഡീകരണം എത്ര വലിയ വിഷയമാണ്. അതിന് ഭാഗ്യം കിട്ടിയ മഹാനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചില്ലറ മഹാനല്ല. ആ മഹാനുഭാവൻ അതാ വരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു.
ഇബ്നു അബ്ബാസ് തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പാന്റെ സഹോദരന്റെ മോനല്ലേ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനല്ലേ, നബി തങ്ങളെ കുടുംബത്തിൽ വലിയ പരിഗണനയുള്ള കുടുംബമല്ലേ. ആ കുടുംബത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അടുത്ത് വന്നപ്പോ അതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മിന്റെ മോനായ ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കണ്ട, ഇത് ഞാൻ പിടിച്ചോളും. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ മറുപടി, ഹക്കദാ ഉമിർനാ അൻ നഫഅല ബിഉലമാഇനാ, ഞങ്ങൾ സയ്യിദന്മാരാണെങ്കിലും പണ്ഡിതന്മാരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പനയുണ്ട്. ആ കൽപ്പന കൊണ്ടാണ് നിങ്ങളെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു തരുന്നത്. ഉടനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ പിടിക്കാൻ വന്ന ഇബ്നു അബ്ബാസ് തങ്ങളെ കയ്യങ്ങ് പിടിച്ചു. ഫഖബ്ബലഹാ, കയ്യങ്ങ് ചുംബിച്ചിട്ട് പറഞ്ഞു, ഹക്കദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ കുടുംബത്തെ കിട്ടിയാൽ അവരെ കൈ ചുംബിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. കണ്ടില്ലേ, നിങ്ങൾ രണ്ടു ഭാഗത്തും നിറഞ്ഞ വിനയം. ഇതൊരു വിനയമാണ്, ഇൽമുള്ളവർക്ക് കിട്ടുന്ന വലിയ വിനയമാണ്. സുബ്ഹാനല്ലാഹ്, ഭരണാധികാരികൾക്കൊക്കെ എന്തൊരു വിനയമാണ് കിട്ടിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചിട്ടില്ലേ? ആ അബൂ ഹുറൈറ തങ്ങൾ അന്ന് മദീന ഭരിക്കുമ്പോ പലപ്പോഴും കാണാം ചുമലിൽ വറക് കെട്ടിയേറ്റി പോകുന്നത് കാണാം. അമീറുൽ മുഅ്മിനീനാണ്, പക്ഷേ ജീവിക്കാൻ ഹലാലായ വടിയും പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു മാർഗമായിട്ടും വറക് കെട്ടി ഏറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ്. ഇത് ചെറിയ വിനയമല്ല, വലിയ വിനയമാണ്. ഭൂമുഖത്തിൽ വിനയത്തോടെ ജീവിക്കണം. ആ വിനയം കാണിക്കേണ്ടതുപോലെ കാണിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവരെ ഉയർത്തും. അതുകൊണ്ടല്ലേ പാവപ്പെട്ട ആളായിരുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളെ വിനയം കൊണ്ട് അല്ലാഹു തആല വലിയ ഉയർത്തിപ്പോയി, വല്ലാതെ സ്ഥാനം കൊടുത്തുപോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞില്ലേ, സൽമാനു മിന്നാ, സൽമാൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആള് എന്ന് എടുത്ത് പറഞ്ഞത് കൊണ്ട് അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മെമ്പർ അല്ലെങ്കിലും പെട്ട ആളുടെ ഒരു സ്ഥാനം സൽമാനുൽ ഫാരിസി തങ്ങൾക്കുണ്ട്. സയ്യിദന്മാരെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലെങ്കിലും സൽമാൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിനയം കൊണ്ട് മഹാനവറുകൾ അല്ലാഹു ഉയർത്തി. അതേകൊണ്ട് നല്ല സ്ഥാനമാനങ്ങളും ബഹുമാനക്കുള്ള നല്ല സ്ഥാനവും ഉയർച്ചക്കുള്ള ആളായിരുന്നു. പക്ഷേ കിബർ അങ്ങോട്ട് കൂടിയപ്പോൾ അല്ലാഹു തആല പറ്റ താഴ്ത്തി. അതാണ് അബൂലഹബ് എന്ന് പറഞ്ഞ ആള്. അയാളെ പറ്റ താഴ്ത്തി, കിബർ കൂടിപ്പോയപ്പോ. വിനയം കൂടിയപ്പോ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉയർത്തി. മഹാനവറുകൾ ജീവിതത്തിന്റെ അവസാന ഘട്ടം മദായിനിലെ ഭരണാധികാരിയായി നിൽക്കുന്ന സമയത്ത് ഷാമിൽപ്പെട്ട ഒരാള് വലിയ ഒരു ചോട് ഏറ്റിയിട്ട് വന്നിട്ട് പറഞ്ഞു, വൈക്കോലുണ്ട, സാധാ ഉണ്ടല്ല, വൈക്കോലിലുണ്ട വലിയ ഉണ്ടല്ലേ, അത് ഏറ്റിയ ആളിങ്ങനെ വരുമ്പോ പറഞ്ഞു, സൽമാൻ ഫാരിസി തങ്ങളെ കണ്ടപ്പോ ഇതൊന്ന് ഏറ്റിയിട്ട് നിങ്ങൾ എന്റെ വീട് വരെ എത്തിച്ചേരുമെന്ന് വെച്ചു. ഭരണാധികാരിയോട് ചോദിക്കുന്നത്, ഭരണാധികാരികൾക്കൊക്കെ ഉള്ള വിനയം നോക്കി, നിങ്ങൾ രാജ്യം ഭരിക്കുന്ന വലിയ ഭരണാധികാരിയാണ്, മദായിനിലെ അമീറാണ് മഹാനവറുകൾ, ഒരുപാട് പട്ടണങ്ങളുടെ അമീറാണ്. ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വേഗം ആ ചുമടങ്ങ് ഏറ്റി. എന്നിട്ട് മഹാനവറുകൾ അങ്ങ് നടന്നു പോകുന്നു. അപ്പൊ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്തായപ്പോ ആളുകൾ പറയാൻ തുടങ്ങി, ജാ അൽ അമീറു, ജാ അൽ അമീർ, അതാ ഭരണാധികാരി വരുന്നു, ഭരണാധികാരി വരുന്നു. അപ്പോഴാണ് കൂടെ ഇത് ഏറ്റിക്കാൻ വന്ന ആൾക്ക് മനസ്സിലായത്, ഞാൻ ഈ കെട്ടിയേറ്റാൻ പറഞ്ഞ് ഭരണാധികാരിയോടായി പോയല്ലോ.
വേഗം പോയിട്ട് പറഞ്ഞു, നിങ്ങളത് എന്റെ തോളിലേക്ക് തന്നെ വെക്കണം. സൽമാൻ ഫാരിസി തങ്ങൾ പറഞ്ഞു, ലാ തുർക്കുഹു, ഞാനിത് ഒഴിവാക്കൂല, ഹത്താ അബ്ലുഗ ബിഹി മൻസിലക, നിങ്ങളെ വീട്ടിലെത്തിച്ചു തരുന്നത് വരെ ഞാനിത് ഒഴിവാക്കൂല. ജനങ്ങൾ ആരെങ്കിലും പറയാനോ പറയുമ്പോ നിർത്താനോ വേണ്ടി ഏറ്റിയതല്ല ഞാൻ. നിങ്ങൾക്കൊരു സഹായം എന്ന നിലക്കാണ് ഞാനത് തോളിലേക്ക് വെച്ചത്. അത് ഞാൻ അമീറാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട ഒരു വിനയമാണ്. വീട്ടിലെത്തുന്നത് വരെ അത് ചുമന്നു കൊടുത്തുപോയി. കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു സഹായം ചെയ്യുക വിനയമാണ്. ചിലർക്ക് ചില സാധനങ്ങളൊന്നും വഹിച്ചു കൊണ്ടുവരാൻ കഴിയൂല, അപ്പൊ നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക. ചിലർക്ക് വാഹനത്തിലേക്ക് അങ്ങ് എടുത്തു വെക്കാൻ കഴിയൂല, ആ സഹായം ചെയ്തു കൊടുക്കുക വിനയമാണ്. അതിനൊരു കൂലിയും സ്വീകരിക്കാതെ ഏറ്റെടുക്കുക വലിയ സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ കണ്ടില്ലേ, അതേ ഉസ്താദുമാരുടെ കിതാബുകളും ആവശ്യ വസ്തുക്കളും അവിടുന്ന് അവരെ ലഗേജൊക്കെ വെട്ടി കുറച്ച് ഇവിടെ കൊണ്ടുവന്നു കൊടുക്കും. ഒരു കാശും വാങ്ങാതെ വലിയൊരു സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ കിതാബ് കൊണ്ടുവന്നവരും അങ്ങനെ സഹായിച്ചവരും വിവിധ ആളുകളുണ്ട്. അല്ലാഹുർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മളൊരു കാശും കൊടുത്തിട്ടല്ല, അത് അവിടുന്ന് ഇന്ന ഉസ്താദിന് കൊടുക്കാനുള്ളതാണ്. എന്നാ ഒരു 10-15 കിലോ നമ്മളെ ലഗേജ് കുറച്ചേക്ക് പിന്നെ കൊണ്ടുപോകാം. അവരെ വീട്ടിലേക്കുള്ള ആവശ്യ വസ്തുക്കളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഈ കിതാബ് വേഗം കൊണ്ടെത്തിക്കോട്ടെ, അത് ആ ഉസ്താദിന് ഉപകാരപ്പെട്ടോളൂ. അത് ഇൽമല്ല, അതിന് മുന്തിക്കാന്ന് കരുതിയിട്ട് അവരെ ലഗേജിന്റെ പകുതി ഇത് സ്വീകരിച്ച് ഇവിടെ എത്തിക്കാം. അത് വല്ലാത്ത വിനയമാണ്. ഇൽമിനോടും ഉലമാഇനോടുമുള്ള വല്ലാത്തൊരു വിനയമാണ്. കാരണം ഇഷ്ടം പോലെ ഒരു 10-30 കിലോനെ ആകെ പറ്റുള്ളൂ. പിന്നെ കൂടി തർക്കിച്ചാലൊക്കെ കൂടി ഒപ്പിച്ച് ഒരു 40 കിലോക്ക് എത്തും. എന്നാലും കഴിവിന്റെ പരമാവധി കൊണ്ടുവരാണ്ടാകും പലതും. കുടുംബം തന്നെ കുറെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കേണ്ടി വരൂലേ. അപ്പൊ അതൊക്കെ കൂടി കൊണ്ടുവരുമ്പോ എത്ര കനം തൂങ്ങും. അതിൽ നിന്ന് എടുത്തു മാറ്റി കിതാബും കിട്ടുന്ന സ്ഥാനം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അത് വല്ലാത്തൊരു വിനയമാണ്. ഒന്നും കൊടുത്തിട്ടല്ല, ദീനിനെ സഹായിക്കാനാണ്. ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ വിനയം സ്വീകരിക്കേണ്ടതുണ്ട്. ഇൽമുള്ള ആളുകൾക്ക് നല്ല വിനയം വേണം. കണ്ടില്ലേ നിങ്ങൾ മഹാന്മാര് പറഞ്ഞത്, റസാനത്തുൽ ഇൽമി മൻ കാനതു സഖീലുഹു യംശി ബിഹാ ഖാലിയൻ മിഖ്ദാര അത്ഖാലി. അതേ ഇൽമിന്റെ പഴം കനം തൂങ്ങുന്ന മനുഷ്യൻ, ഇൽമിന്റെ ഫലങ്ങൾ കനം തൂങ്ങുന്ന മനുഷ്യൻ വിനയത്തോടെ അതും കൊണ്ട് നടക്കുന്നു. ഒരാൾക്കും ശല്യം ചെയ്യാൻ അയാളില്ല. ശല്യക്കാരായി ആരെങ്കിലും വന്നാലോ മാപ്പ് കൊടുത്തു പോകും. അവര് നന്നാകണമെന്ന് ചിന്തിക്കും. കണ്ടില്ലേ മരക്കൊമ്പുകളൊക്കെ പഴം തൂങ്ങുമ്പോ മരക്കൊമ്പുകൾ തായോട്ട് ഇങ്ങനെ തൂങ്ങുന്നത്. മരക്കൊമ്പ് മേലോട്ടല്ലല്ലോ പൊന്തി നിൽക്കല്, പഴം ഉണ്ടെങ്കിൽ തായോട്ട് ഇങ്ങനെ തൂങ്ങൂലേ. ആ മരങ്ങൾ പിന്നെയും പിന്നെയും കനത്തിനനുസരിച്ച് തായോട്ട് തൂങ്ങൂലേ. ഇതുപോലെ നല്ല ഇൽമുള്ള ആലിമാണോ തലക്കനമില്ലാതെ വിനയത്തോടെ ജനങ്ങളെ സ്വീകരിക്കും. അതേ ജനങ്ങൾക്ക് വിനയത്തോടെ സ്വഭാവം ചെയ്യും. എന്നിട്ട് പറയുന്നു, അറിവ് കൊണ്ടോ തറവാട് കൊണ്ടോ ആർക്കെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ, ഉയർച്ച കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും നല്ല സിഫത്ത് ലഹു തവാളുഉ മിൻഹാ അഹ്സനു സിഫതി, ഏറ്റവും അവനുണ്ടാകേണ്ട ഗുണം അത് വിനയമാണ്, തവാളുആണ്. അവനിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഏറ്റവും വലിയ തറവാട്ടുകാരൻ ആരാണ് ലോകത്ത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിൽ ഏറ്റവും വലിയ തറവാടുള്ള മഹാൻ. പക്ഷേ തങ്ങളെപ്പോലെ വിനയമുള്ളത് ആരാണ്? ഏത് സംഗതികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും തങ്ങളെ വിനയം നോക്ക് നിങ്ങൾ. വല്ലാത്ത തവാളു അല്ലേ? ആ തവാളു കണ്ടിട്ട്, ആ ഒരു വിനയം കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു പോയില്ലേ? വലിയ വലിയ നേതാക്കന്മാരുടെ സംഘങ്ങളൊക്കെ, നിവേദക സംഘങ്ങളൊക്കെ മദീനയിൽ വരുമ്പോ ലോകം മുഴുക്കയും അംഗീകരിക്കുന്ന നേതാവിന്റെ വിനയം കാണുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും തങ്ങൾ പാലിക്കുന്ന വിനയത്തിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കേണ്ടത് അതാണ്. എന്നിട്ട് മഹാനവറുകൾ ഉദാഹരണം പറയുന്നു, അമാതറാ അഞ്ജുമൻ ഫീ ദാഖിലിൽ ഗുദൂരി തഹുല്ലു ലൈസ ലഹാ മിൻ ദാക മിൻ ളഅതി. കണ്ടില്ലേ നക്ഷത്രങ്ങള്? വെള്ളത്തിന്റെ താഴേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ചന്ദ്രൻ കണ്ടില്ലേ വെള്ളത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത്? എന്തൊരു വിനയമാണത്!
അത് അവിടെയുള്ള ആ രൂപം തന്നെ താഴോട്ട് നോക്കിയാ നമ്മൾ കാണുന്നില്ലേ കിണറ്റില് എത്രയോ മുകളിലുള്ളതിന്റെ ചിത്രമല്ലേ താഴെ കാണുന്നത്. അതുകൊണ്ട് വല്ല കുറവും ചന്ദ്രന് പറ്റിയിട്ടുണ്ടോ? നക്ഷത്രത്തിന് വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേ നല്ല വിനയം കാണിക്കാൻ കഴിയണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വിനയം കാണിച്ച് പഠിപ്പിച്ചു തന്ന നേതാവാണ്. അതുകൊണ്ടാ തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിച്ചത് അല്ലാഹ് സ്നേഹിക്കുന്നവർക്കല്ലാതെ 4 കാര്യങ്ങൾ അല്ലാഹ് കൊടുക്കൂല. അല്ലാഹ് ഹുബ്ബ് വെക്കുന്നവരാണോ അവരിൽ 4 കാര്യങ്ങൾ കാണാം. അസ്വംതു, ഒന്നാമതായിട്ട് മൗനമാണ്. ആവശ്യമില്ലാത്തതൊന്നും അവരെ നാവ് കൊണ്ട് അവർ പറയൂല. അവിടെ മൗനം പാലിക്കും. പറയേണ്ട ചാൻസ് ആണെന്ന് കരുതിയിട്ട് അങ്ങ് കയറി പറയോ? ഇല്ല. അവർ നന്നായി മൗനം പാലിക്കും. അവ്വലുൽ ഇബാദ, അതാണ് സത്യത്തിൽ ഇബാദത്തിന്റെ തുടക്കം. നല്ല മൗനം പാലിച്ചുകൊണ്ട് അടക്കം സ്വീകരിച്ചുകൊണ്ട് നടക്കുക. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സിഫത്താണ്. രണ്ടാമത്തത് വത്തവക്കുലു അലല്ലാഹ്, എന്തൊരു കാര്യം നിശ്ചയിച്ചാലും അല്ലാഹു തആലാനെ ഏൽപ്പിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ കാവലാക്കുന്നത് അല്ലാഹു തആലാനെയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും തവക്കുലാക്കുന്നത് അല്ലാഹുവിനെയാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും തവക്കുൽ അല്ലാഹു തആലാനെയാണ്. അതേ ഒരാൾ ഒരു ചെറിയ വിത്ത് നട്ടാലും അല്ലാഹുവിന്റെ മേൽ വിലാസത്തിൽ ആ വിത്തിറക്കിയിട്ട് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നു. നടാനല്ലേ എനിക്ക് കഴിയുള്ളൂ. മുളപ്പിക്കുന്നവനും ആ വിത്തിൽ നിന്ന് നല്ല വിളവെടുപ്പ് തന്നിട്ട് കായ്കനികൾ ഭക്ഷിക്കാൻ തൗഫീഖ് തരുന്നവനും മേലായ റബ്ബാണ്. അതുകൊണ്ട് അവന്റെ മേൽ ഏൽപ്പിക്കുന്നു. മൂന്നാമത്തെ സ്വഭാവം വത്തവാദുഉ, വിനയം കാണിക്കലാണ്. അല്ലാഹു നമുക്ക് വിനയമേറ്റി തരട്ടെ. എന്തെങ്കിലുമൊക്കെ നമ്മൾ മടുപ്പുണ്ടാകുന്ന ചടുപ്പുണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ അയൽക്കാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ വന്നാൽ നല്ലോണം സഹിക്കാം, ക്ഷമിക്കാം, നല്ല പെരുമാറ്റങ്ങൾ സ്വീകരിക്കാം. അത് നല്ല തവാളുവാണ്. അതിൽ 4ാമത് ഹദീസിൽ എണ്ണി പറഞ്ഞ വസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിൽ സുഹുദ്. ദുനിയാവിൽ സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റാത്തതിലേക്കൊന്നും പോയി ചേരാതിരിക്കുക. അതാണ് സുഹുദ് എന്ന് പറഞ്ഞാൽ. പറ്റാത്തത്, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊന്നും സ്വീകരിക്കാതെ, അതൊന്നും ആവശ്യപ്പെടാതെ ജീവിക്കുക. പറ്റാത്തെന്ന് പറഞ്ഞാൽ ഹറാമായത് എന്നർത്ഥം. അത് കിട്ടുകയാണെങ്കിൽ ഏറെ സുഖം കിട്ടും. എവിടെ? ദുനിയാവിൽ കിട്ടും ഏറെ സുഖം, പക്ഷെ ആഖിറത്ത് കിട്ടൂല. അപ്പൊ അതിനോട് അത് വേണ്ട. എവിടെങ്കിലൊക്കെ ഒന്ന് ഒരു 10 ലക്ഷമോ 25 ലക്ഷമൊക്കെ ഷെയർ ചെയ്തിട്ട് ഏതെങ്കിലൊക്കെ ഒരു കള്ള ഷാപ്പിൽ ഒരു 15 ലക്ഷം കൊടുത്തിട്ടാൽ എത്ര കിട്ടും മാസാകുമ്പോ? ഇഷ്ടംപോലെ ചെലവല്ലേ നടക്കുന്നത്. എത്ര കിട്ടും? ഷെയർ ചെയ്യാനും ചേർക്കാനും ആൾക്കാർ വരും. പക്ഷേ അത് നമുക്ക് പറ്റൂല. അതാണ് സുഹൃത്ത്. അങ്ങനത്തെ ഒന്നും നമ്മൾ പോണ്ട. അങ്ങനത്തിലേക്കൊന്നും നമ്മൾ വികസനം കൊണ്ടുപോകണ്ട. നമുക്ക് അല്ലാഹു തആല തന്നെ ഹലാലായ നല്ല മാർഗങ്ങൾ, അതിൽ ബർക്കത്തുണ്ടാകാനും വികസനം ഉണ്ടാകാനും ദ്വാർക്കും ചെയ്യുക, സ്വതക്കയും കൊടുക്കുക, സന്തോഷം അതിൽ കരുതുക. അല്ലാഹു തആല തന്നെ തന്നെ അതിന്റെ വലുപ്പം കണക്കാക്കി ശുക്റും ചെയ്യാം. അങ്ങനെ സുഹൃത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സ്വഹാബിമാരുണ്ട്. ഒരുപാട് സ്വഹാബിമാരുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ തങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ ചിലരതിനു വേണ്ടി കാവൽ കാത്തു കഴിയും. അവരോടുള്ള തങ്ങളെ ഒരു വിനയം നോക്ക് നിങ്ങൾ. നമുക്ക് ഒരാൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഖിദ്മ ചെയ്തു തന്നാൽ നമ്മൾ അയാൾക്ക് എപ്പോഴും ദ്വാർക്കാൻ കടമപ്പെട്ടവരാണ്. അതൊരു വിനയാണ്. നമ്മളത് മറക്കാതെ കാത്തു സൂക്ഷിക്കുക വല്ലാത്ത വിനയാണ്. പിന്നെ എവിടെ കണ്ടാലും പടച്ചോനെ എനിക്ക് അന്ന് അങ്ങനെ ഒരു സുഖം തന്ന ആളാണ്, അയാളെ മറക്കാൻ പറ്റൂല, അയാളെ ഒഴിവാക്കാൻ പറ്റൂല. അത് വല്ലാത്തൊരു സന്തോഷമാണ്. പലരെയും തങ്ങൾ അങ്ങനെ എടുത്തു പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ തങ്ങൾ എടുത്തു പറഞ്ഞ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തത്തിലും കുടുംബത്തിലും സമ്പത്തിലും സ്വന്തം പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുതന്നതിൽ ഒരു അമാദവും കാണിക്കാതെ, ഒരു അലസതയും കാണിക്കാതെ, ഒരു ക്ഷീണവും കാണിക്കാതെ, ഒരു വിഷമവും കാണിക്കാതെ എനിക്ക് സമർപ്പിച്ചത് നിങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്റെ സമ്പത്ത് പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്വത്തായിരുന്നു അത്.
എന്റെ കുടുംബം പോലെ എനിക്ക് ആ കുടുംബത്തിൽ പെർമിഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അവരാരും കേൾക്കുമായിരുന്നു. വല്ലാത്ത ഒരു സഹവാസമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ സുഹബത്ത് കൊണ്ട് അനുഗ്രഹം കിട്ടിയ ആളില്ല. വെള്ളം കൊണ്ടുവന്നവരോട് തങ്ങൾ കാണിക്കുന്ന ബഹുമാനം നോക്ക്. നട്ടപ്പാതിര സമയത്തും തങ്ങൾ ഈ നിൽക്കുമ്പോ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ സ്വഹാബത്ത് കാവൽ നിൽക്കും, ഖിദ്മത്തിന് വേണ്ടി. അങ്ങനെ കാവൽ നിന്ന കൂട്ടത്തിൽ ഒരു ദിവസം നിന്ന മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് ചെറിയ കുട്ടിയാണ്. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ ആ വെള്ളം ഉപയോഗിച്ച് ശുചീകരണം നടത്തിയിട്ട് വുളു എടുത്തിട്ട് തങ്ങൾ നിസ്കരിക്കും. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ തങ്ങളൊരു സന്തോഷം നോക്ക്. ആരാ വെള്ളം എത്തിച്ചത് എന്ന് ചോദിച്ചു. വെള്ളം ഞാനാണ് നബിയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ ഒരൊറ്റ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വൽ ഹിക്മ. ഇന്നത് ചെറിയ കുട്ടിയാണ്, എനിക്കൊരു ഖിദ്മത്തിന് വേണ്ടിയല്ലേ വെള്ളം കൊണ്ടുവരാൻ രാത്രി കാവൽ നിന്നത്. ഈ കുട്ടിക്ക് നിന്റെ ഖുർആനും ഖുർആനിന്റെ തഫ്സീറും നന്നായി പഠിപ്പിക്കണേ അല്ലാഹ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുശാവറ കൂടിയാലോചനാ സമിതി സ്വഹാബത്തിന് ഉണ്ടായിരുന്നു. അത് പഴയ പാരമ്പര്യമാണ്. അത് തന്നെ ഉലമാഇന്റെ മുശാവറ ഇന്നും പുലർത്തിപ്പോരുന്നത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അള്ളാഹുവിന്റെ മഹാന്മാര് പഠിപ്പിച്ച വിഷയത്തിനനുസരിച്ച് മറുപടി പറയാനും. അതേ സ്വഹാബത്തെ ഹദീസ് അന്വേഷിക്കും, അനുഭവങ്ങൾ അന്വേഷിക്കും, തെളിവ് പരതും. എന്നിട്ട് വിഷയങ്ങൾ അവർ അറിയും, പ്രതിവിധികൾ കൊടുക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അന്നും അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുശാവറ മെമ്പർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ കാരണമെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വൽ ഹിക്മ. തങ്ങൾക്കൊരു ഖിദ്മ ചെയ്തു കൊടുത്തപ്പോൾ ആ ഖിദ്മത്ത് ചെയ്ത ആളോട് തങ്ങളെ വിനയം കണ്ടില്ലേ, തങ്ങളെ സ്വഭാവം കണ്ടില്ലേ? എത്ര വലിയ ദുആ ചെയ്തു കൊടുത്തത്. ചെറിയ ദുആയല്ല, വലിയ കനപ്പെട്ട ദുആ. രാത്രി വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയല്ലേ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. സന്തോഷം കൊണ്ട് തങ്ങൾ പറഞ്ഞില്ലേ, സല്യാ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംഹിൽനീ യാ റസൂലല്ലാഹ്, നബിയെ പലതും തങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതുണ്ട്, ഒന്ന് സാവകാശം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെയും ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഒറ്റ ചോദ്യം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. ദുനിയാവിൽ ഞാൻ തങ്ങളോടൊപ്പമാണല്ലോ, പലപ്പോഴും കൂടെ നടന്നിട്ടുണ്ട്, കൂടെ ഇരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. നാളെ സ്വർഗത്തിലും അതുപോലെയുള്ളൊരു മുറാഫഖത്ത്, അതുപോലെയുള്ളൊരു സഹവർത്തിത്വം, അതുപോലെയുള്ളൊരു സഹവാസം തങ്ങളോടൊപ്പം എനിക്ക് വേണം. അത് ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവിനോടല്ല ചോദിച്ചത്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നമുക്കില്ലാത്തൊരു വിനയാണ്, നമുക്കില്ലാത്തൊരു വിനയാണ്. ഒരാളെ നമ്മളെ സഹായിച്ചിട്ട്, നമ്മളെ സ്നേഹിച്ചിട്ട് എന്ത് കൊണ്ട് തന്നാലും ചില ആൾക്കാർ കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കും. ചിലപ്പോൾ അതുപോലെ ശരിക്കും കൊടുത്തിട്ട് അയാളെ സൽക്കരിക്ക് സന്തോഷിപ്പിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈറാ വ തഖബ്ബലല്ലാഹു മിൻക. അല്ലാഹു നിനക്ക് ധാരാളം നന്മ തരട്ടെ. അതൊരു വിനയാണ്. ഇതെന്താ? ഇത് മുടിയൽച്ചിന്റെ ഇറച്ചിയ തോനുണ്ടല്ലോ. കഴിഞ്ഞു. നാ കൊണ്ടുവന്ന ആളോട് ജസാക്കല്ലാഹു ഖൈറാ വ തഖബ്ബലല്ലാഹു മിൻക, അല്ലാഹു നിനക്ക് ഖൈർ തരട്ടെ, ഇത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഒരു ദുആ പോയി മടങ്ങുന്നത് ആർക്കൊക്കെയാണ്? ആ ഏത് കുട്ടിന്റെ പേരിലാണോ അഖീഖർത്തത് ആ കുട്ടിക്ക്, ആ അഖീഖർത്തത് ഏത് ഉപ്പയാണോ വല്ലിപ്പയാണോ അവർക്ക്, അതിലാരൊക്കെ ഖിദ്മത്തെടുത്തോ ഇതിങ്ങനെ പാകം ചെയ്ത് എല്ലാവർക്കും കിട്ടിയില്ലേ? അതൊരു വിനയത്തിന്റെ ഭാഗമാണ്. നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. അറബികൾ കണ്ടില്ലേ നിങ്ങൾ? അവരെ വലിയ വിനയാണ്. എത്ര ചൂടായാലും നമ്മളൊരു ഖൈർ ചെയ്തു കൊടുത്താൽ ദുആ എത്ര ഉണ്ടാവും? അല്ലാഹ് ദുആ. ഞാനിപ്പോ റബീഉൽ അവ്വൽ അനുബന്ധിച്ചൊരു കിതാബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് തോയിഫിലുണ്ട് നമ്മളൊരു പ്രവർത്തകൻ, കർണാടകത്തിലുള്ള ബഷീർ ഖാൻ എന്ന് പറയും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് തേടി കൊടുക്കട്ടെ.
അത് തെരഞ്ഞു പിടിച്ച് ജോലി തിരക്കുണ്ടല്ല കിതാബൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ ആ കിതാബിന്റെ മുസന്നിഫ് രചിച്ച ആള് മക്കത്തുണ്ട്, ഒരു അറബി. സുബ്ഹാനല്ലാഹ്, ആ അറബിയോട് മൂപ്പര് നേരെ ബന്ധപ്പെട്ടപ്പോ ഈ കിതാബ് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് ആ അറബിന്റെ സന്തോഷം നോക്ക് നിങ്ങൾ. ഒരു വാള്യത്തിന് 60 റിയാലുണ്ട്, ചെറുതൊന്നല്ല. അയാൾ പറഞ്ഞു സൗജന്യമായിട്ട് ഞാൻ നിങ്ങളെ റൂം എവിടെ അന്വേഷിച്ച് അങ്ങോട്ട് എത്തിച്ചു തരാം. ഒരു കിതാബ് ചോദിച്ചതാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കി, അവരൊക്കെ ഒരു വിനയത്രേ. അവർക്ക് രക്ഷപ്പെടാൻ ഒന്നുപോലെ ഈ ഒരൊറ്റ അമല് പോലെ ആ അറബി ദ്വാരക്കുന്ന ദ്വാ കേട്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അറബിക്ക് അങ്ങോട്ടൊരു 10 രൂപയും കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അറബി പ്രിന്റ് ചെയ്ത് അച്ചടിച്ച് വെച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് പറയുന്ന കിതാബാണ്. ആ കിതാബ് ചോദിച്ചു എന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ സൗജന്യമായിട്ട് നിങ്ങളെ റൂമിൽ എത്തിച്ചു തരാം. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് തരട്ടെ, ബർക്കത്ത് തരട്ടെ, മക്കളിൽ അങ്ങനെ തരട്ടെ. എന്ത് ദ്വായാണ് അറബി ദ്വാർക്കുന്നത്? അത് നമ്മളെ ഭാഗത്ത് പൊതുവേ ഇല്ലാത്തൊരു സ്വഭാവമാണ്. നമ്മൾ സ്വീകരിക്കണം. ആരും ഒരു ഖൈർ ചെയ്താലും വിനയം എന്ന അർത്ഥത്തിൽ ഒരു ദുആ. ഇനി ഒന്നുമില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മലയാളത്തിൽ അങ്ങ് പറയാം, ജസാക്കല്ലാഹു ഖൈറ. അത് വലിയ ദുആയല്ലേ? ജസാക്കല്ലാഹു ഖൈറ എന്നുള്ളതിൽ ഏതാ പെടാത്തത്? എല്ലാം പെട്ട് ദുനിയാവ് ആഖിറൊക്കെ പെട്ട് ജസാക്കല്ലാഹു ഖൈറ. ഒരു 3-4 കലിമത്തല്ലേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഉസ്താദുമാർ എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു ഫാത്തിഹ ഓതി ദുആർക്കും. കാരണം ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ, സൽക്കരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയ അമലാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി ഭക്ഷണം കൊടുക്കലായിരിക്കും. ജീലാനി തങ്ങളെ മാസാണല്ലോ, ഭക്ഷണം കൊടുക്കാൻ വലിയ ഇഷ്ടമാണ്. രാവിലെ 1000 ആൾക്ക്, വൈകുന്നേരം 1000 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അന്ന് വലിയ സന്തോഷമാണ്. ഇതൊരു ദിവസമല്ല, എല്ലാ ദിവസവും തന്നെ പണി. എവിടുന്ന ഉസ്താദ് ഇതിന്റെ വരുമാനം? റസീറ്റൊക്കെ അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. മഹാനവറുകളിലേക്ക് ആരൊക്കെ നേർച്ചയാക്കി സ്വർണം, വെള്ളി, മുത്ത്, രത്നം കൊണ്ടുവരുന്നോ അതൊക്കെ പോണത് ഭക്ഷണം കൊടുക്കാൻ. ഭക്ഷണം റെഡിയായോ? റെഡി. എന്നാ അങ്ങാടി പോയിട്ട് വിളിച്ചു പറയും. ഒരാളെ പറഞ്ഞേക്കാം. വിളിച്ചു പറയുമ്പോ ആരൊക്കെ വരുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോണോ? അതൊന്നും നോട്ടല്ല, വരുന്നവർക്കൊക്കെ കൊടുക്കന്നെ. ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് 1000 പേര്. എന്നിട്ട് മഹാനവറുകൾ പറയാണ് സന്തോഷം കൊണ്ട്, അള്ളാഹു എനിക്ക് ദുനിയാവ് മൊത്തം എന്റെ കയ്യിൽ തന്നാൽ ദുനിയാവിലുള്ള മൊത്തം മഖ്ലൂഖാത്തിനെ ഞാനൊന്ന് സൽക്കരിക്കുമായിരുന്നു. ദുനിയാവിലുള്ള സൃഷ്ടികളിലെ മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, എന്തെല്ലാമുണ്ട്. ഏറ്റവും മഹാനവറുകൾക്ക് ഇഷ്ടപ്പെട്ട അമലാണത് ഭക്ഷണം കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബീഉൽ അവ്വൽ മാസം വന്നപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുത്ത മുഅ്മിനീങ്ങളുണ്ട്. അവരൊക്കെ വലിയ ബറക്കത്ത് നേടിയവരാണ്. റബീഉൽ ആഖിർ മാസത്തിൽ ഖുതുബിയ്യത്തും അതുപോലെ തന്നെ മൗലിദും നൽകിയിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. വർഷങ്ങളോളം ബാപ്പയെ മറക്കാതെ, ഉമ്മയെ മറക്കാതെ, ആ ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരെ ഒരു ദിവസമെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച് ബാപ്പാന്റെ കൂട്ടുകാരോട് ബന്ധം ചേർക്കണല്ലോ, ഉമ്മാന്റെ കൂട്ടുകാരികളോട് ബന്ധം ചേർക്കണല്ലോ. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദാബി. ഗുണങ്ങളെ കൂട്ടത്തിൽ വലിയൊരു ഗുണമാണ് ബാപ്പാന്റെ സുഹൃത്തുക്കളെ ബന്ധം പുലർത്തുക, ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളോട് ബന്ധം പുലർത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കട്ടെ. ബാപ്പ ഉണ്ടാകുമ്പോ ഇടക്കിടക്ക് അവർ അങ്ങാടിന്ന് ചായ കുടിച്ചവരാണ്. രണ്ടുപേരും മാറി മാറി കാശ് കൊടുത്തവരാണ്. ചിലപ്പോ ബാപ്പ തീരെ കാശ് കൊടുക്കാനേക്കാതെ കൂട്ടുകാരന്റെ കാശും കൂടി കൊടുത്തവരാണ്. അവർക്കൊക്കെ വർഷത്തിൽ ഒരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക. ആ ബന്ധത്തിന് വലിയ വിലയാണല്ലോ. ഇങ്ങനെ വർഷങ്ങളോളം മുടങ്ങാതെ ആണ്ട് കഴിക്കുന്നവരുണ്ട്. അവരൊക്കെ മഹാഭാഗ്യവാന്മാരും വല്ലാതെ ബാപ്പക്കും ഉമ്മക്കും സന്തോഷമുള്ള മക്കളുമാണ്. അല്ല ചെയ്ത നിയമത്തിന് വിനയം കാണിക്കുന്നവരാണ്, ശുക്ർ കാണിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയോട് എത്ര കാശ് വേണ്ടി എന്നല്ല തങ്ങൾ ചോദിച്ചത്. സൽ യാ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. ഇച്ചെയ്ത ഖിദ്മത്തിന് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ.
സ്വർഗത്തിലെ മുറാഫഖത്ത് ചോദിച്ചപ്പോ അവ ഗൈറ ദാലിക യാ റബീഅ, ഇതല്ലാത്ത മറ്റു വല്ലതും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോ നബിയേ ഹുവദാക, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എന്നാ ഞാനത് തരൂല എന്നല്ല പറഞ്ഞത്. ഫഅഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, നാളെ സ്വർഗത്തിൽ എന്റെ മുറാഫഖത്ത് വേണ്ടേ, എന്നോടൊപ്പം അവിടെ ഭക്ഷണം കഴിക്കണ്ടേ, എന്നോടൊപ്പം ചേർന്ന് വെള്ളം കുടിക്കണ്ടേ, എന്നോടൊപ്പം സ്വർഗത്തിന്റെ നദികളിൽ ഉല്ലസിക്കണ്ടേ, എന്നോടൊപ്പം സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ തണലുകളിൽ സന്തോഷപൂർവ്വം ഇരിക്കണ്ടേ. അതിനൊരു കാര്യം നിങ്ങൾ ചെയ്യണം, സുന്നത്തായ നിസ്കാരങ്ങൾ ഒട്ടും വിടണ്ട. സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. സുന്നത്തായ അമലുകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ ഏറെ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ നിങ്ങൾ സുന്നത്തുകൾ പെരുപ്പിക്കുമ്പോ നാളെ അല്ലാഹു നിങ്ങൾക്ക് എന്നോടൊപ്പം മുറാഫഖത്ത് തരും. അത് വല്ലാത്ത സന്തോഷത്തോടെ റബീഅത്ത് ബിൻ കാബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ഖിദ്മ ചെയ്തതിന് തങ്ങൾ തിരിച്ചു കൊടുത്ത വിനയം വലിയ ദുആയാണ്, വലിയ സന്തോഷാണ്. അങ്ങനെ നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാകണം. അത് വിനയത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു അടയാളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു എന്നുള്ളതാണ്. അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സദസ്സ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബാക്കി വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയണം.